നമസ്കാരം. ഷിക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. രണ്ട് മഹാപ്രളയങ്ങളും മഹാമാരിയും സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതത്തിൽ നട്ടം തിരിയുകയാണ് ഇന്ന് കേരളത്തിലെ മലയാളികൾ. കടക്കെണി വർദ്ധിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള കൂട്ട ആത്മഹത്യകൾ പെരുകുന്നു. ബിസിനസ് മേഖലകൾ മുരടിക്കുന്നു. ഇതോടൊപ്പം കൂനിന്മേൽ കുരുവായി മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. കഴിഞ്ഞ മാസം വേൾഡ് ബാങ്ക് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ പറയുന്നു, ഈ വർഷം അവസാനത്തോടെ ലോകം മറ്റൊരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്ന വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പ് ആ റിപ്പോർട്ടിൽ വേൾഡ് ബാങ്ക് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങൾക്കും ആ മാന്ദ്യത്തിൽ നിന്ന് കരകയറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന ഒരു നിരീക്ഷണവും വേൾഡ് ബാങ്ക് നടത്തുന്നുണ്ട്. സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ഉത്തമ ഉദാഹരണമായി നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്ക മാറുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനം വളരെയധികം കഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും ജനശ്രദ്ധ സെൻസേഷണൽ വാർത്തകളിൽ മാത്രം ഒതുക്കപ്പെടുന്നു. ഷക്കീന ചർച്ച ചെയ്യുന്നു, ജനത്തിന്റെ കണ്ണീർ ആര് കാണും? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധ ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴികയിൽ. മൂന്ന് പേർക്കും ഇന്നത്തെ ഷക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, നാം ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മൾ ഈ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു സമ്പദ് വ്യവസ്ഥ ഒരു മാന്ദ്യത്തിന്റെ ഒരു സൂചനകൾ നൽകുന്നു എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഡോക്ടർ കൊച്ചുറാണി ജോസഫ്. ആഗോള സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുമെന്ന് വേൾഡ് ബാങ്കും വേൾഡ് എക്കണോമിക് ഫോറമും ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെ പറയാൻ കാരണം പ്രൊഡക്ഷൻ കുറയും എന്നുള്ള കൺസേൺ ആണ്. ഉൽപാദനം കുറയുന്നു എന്നുള്ളതാണ്. ഈ ഉൽപാദനം കുറയാനുള്ള ഒരു കാരണം നമുക്കറിയാം, ഈ കോവിഡ് ഒക്കെ സൃഷ്ടിച്ച ഒരു അവസ്ഥയാണ്. അപ്പൊ ഉൽപാദനം കുറയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഉൽപാദനം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻകം ജനറേഷൻ കുറയും, വരുമാനം. അതായത് ഉൽപാദനം കുറയുക എന്ന് പറഞ്ഞാൽ തൊഴിലവസരങ്ങൾ കുറയുക എന്നാണല്ലോ. തൊഴിലവസരങ്ങൾ കുറയുക എന്ന് പറയുമ്പോഴത്തേക്ക് ഉടൻ തന്നെ നമുക്കറിയാം വരുമാനം കുറഞ്ഞു. വരുമാനം കുറയുമ്പോൾ ഉപഭോഗം കുറഞ്ഞു. ഉപഭോഗം കുറയുക എന്ന് പറഞ്ഞാൽ വസ്തുക്കളുള്ള ഡിമാൻഡ് കുറഞ്ഞു. ഡിമാൻഡ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വീണ്ടും പ്രൊഡക്ഷൻ കുറയുന്നു. ഇതൊരു സൈക്കിളാണ്. ഇത് സംഭവിക്കും എന്നുള്ളൊരു ചിന്തയാണ് ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ നമുക്കറിയാം, ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 1930s കൃത്യമായി പറയുകയാണെങ്കിൽ 1929 to 32 1929 മുതൽ 32 വരെയുള്ള കാലഘട്ടം ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തെ നേരിട്ടിട്ടുണ്ട്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സംഭവിച്ചതാണ്. പക്ഷെ ആ ലോക സാമ്പത്തിക മാന്ദ്യത്തെ അന്ന് നേരിട്ടത് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടിക്കൊണ്ടാണ്. അത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയും. അതായത് പൊതുവായിട്ടുള്ള ചെലവ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സർക്കാർ ചെലവാണ്. സർക്കാരിന്റെ ചെലവ് കൂട്ടിക്കൊണ്ടാണ് ആ മാന്ദ്യത്തെ അന്ന് നേരിട്ടത്. എന്താ പറയുക, സർക്കാർ ചെലവാക്കുക എന്ന് പറഞ്ഞ അർത്ഥം ജനങ്ങളിലേക്ക് പണം ഇൻജെക്ട് ചെയ്യപ്പെടുക എന്നർത്ഥം. വൺ മാൻസ് എക്സ്പെൻഡിച്ചർ ഈസ് അനദർ മാൻസ് ഇൻകം എന്നാണ്. ഒരാളുടെ ചിലവ് മറ്റൊരാളുടെ വരുമാനമാണ്. അപ്പൊ സർക്കാർ ചെലവാക്കുമ്പോഴത്തേക്കും അത് ജനങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് അന്ന് അതിനെ പരിഹരിച്ചത്. കാരണം ഇങ്ങനൊരു മാന്ദ്യം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഇനീഷ്യേറ്റീവ് കുറയും. കാരണം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. ലാഭം നോക്കിക്കൊണ്ടാണ് സ്വകാര്യ നിക്ഷേപങ്ങളെല്ലാം നടക്കുന്നത്. എന്നാൽ സർക്കാരിന്റെ നിക്ഷേപങ്ങൾ, സർക്കാരിന്റെ ഇൻവെസ്റ്റ്മെന്റിൽ ലാഭം നോക്കാൻ പറ്റത്തില്ല, ക്ഷേമമാണ് നോക്കേണ്ടത്. ലാഭവും ക്ഷമവും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്, വ്യത്യസ്ത അവസ്ഥകളാണ്. അപ്പൊ സർക്കാർ ചെയ്യുന്ന ചിലപ്പോൾ അപ്പോൾ പ്രൊഡക്റ്റീവ് ആകുന്ന കാര്യത്തിന് വേണ്ടി ആകണമെന്നില്ല. ഒരുപക്ഷെ 20-30 വർഷങ്ങൾക്ക് ശേഷം പ്രൊഡക്റ്റീവ് ആകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ചെലവാക്കുന്നത്. അപ്പൊ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സർക്കാരിന്റെ ചെലവിലൂടെ മാത്രമേ മാന്ദ്യത്തെ നേരിടാൻ പറ്റുകയുള്ളൂ. ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ശ്രീലങ്കയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ശ്രീലങ്കയ്ക്കൊക്കെ സംഭവിച്ചു പോയത് ഈ ജൈവ പ്രോഡക്ട്സിലേക്ക് കൂടുതൽ ശ്രദ്ധ പോയപ്പോഴത്തേക്കും ഉൽപാദനം വല്ലാതെ കുറഞ്ഞു. അവിടുത്തെ GDP കുറഞ്ഞതാണ് അവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയും, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കുറഞ്ഞു. അപ്പൊ ഉൽപ്പന്നം കുറയുന്നതാണ് മാന്ദ്യത്തിന്റെ ഒരു ലക്ഷണം. അപ്പൊ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ, നമ്മളിപ്പോ കേരളത്തിന്റെ ഒക്കെ കോണ്ടെക്സ്റ്റിൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സ്റ്റാർട്ടപ്സോ സംരംഭങ്ങളോ നൂതന തൊഴിലവസരങ്ങൾ. നമുക്കറിയാം, നമുക്ക് ശക്തമായ ഹ്യൂമൻ റിസോഴ്സ് പൊട്ടൻഷ്യൽ ഉള്ളവരാണ് നമ്മൾ.
ഇത്രയും നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലം വേറെയില്ല. ലോകത്തിന് മുഴുവൻ ആവശ്യമായ ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവശേഷിയെ കൊടുക്കുന്നത് നമ്മളാണ് ഒരു പരിധിവരെ. അപ്പം നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പൊട്ടൻഷ്യൽ എന്റർപ്രണർഷിപ്പിലേക്ക് നയിക്കുക എന്നുള്ളത് മാത്രമേ കരണീയമായിട്ടുള്ളൂ. ആ രീതിയിലുള്ള ഒരു പബ്ലിക് പോളിസി, അത് പൊതുവായിട്ടുള്ള ചില നയരൂപീകരണങ്ങളൊക്കെയാണ് നമുക്ക് കേരളത്തിന് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. അപ്പം മന്യം എന്ന് പറഞ്ഞിരിക്കാതെ ആ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കാരിലേക്ക് മാത്രം ഇടരുത് കേട്ടോ. ഇത് വ്യക്തിപരമാണ്, കുടുംബപരമാണ്. ഒരു വീട്ടിലെ എല്ലാവരും തന്നെ തൊഴിലെടുക്കുക, ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തെങ്കിലും തൊഴിലുണ്ടാവുക എന്നുള്ളതാണ്. കാരണം തൊഴിൽ സൃഷ്ടിക്കുന്ന ഒരു സെൽഫ് എസ്റ്റീം, പ്രൊഡക്ഷൻ, ഇൻജക്ഷൻ ടു മണി എല്ലാവർക്കും തൊഴിലുണ്ടാകുക എന്നുള്ളതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ മണി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇക്കണോമിക്സ് എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായത് ഒയിക്കണോമിയ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഒയിക്കണോമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് ആണെന്ന്. അപ്പൊ ഒരു ഗാർഹിക സമ്പദ് വ്യവസ്ഥയിൽ നിന്നാണ് ഒരു സർക്കാർ സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ ഓരോ കുടുംബവും ഈ രാജ്യത്തിന് ആവശ്യമായത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എക്യുപ്ഡ് ആവുക എന്ന് പറയും. ചില രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ എല്ലാവർക്കും തന്നെ എന്തെങ്കിലും തൊഴിലുണ്ട്. ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്, ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകവും ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ വ്യക്തികളും കുടുംബങ്ങളും മാറുക. ഇതിന് നമ്മൾ ഫിനാൻഷ്യൽ ലിറ്ററസി കൊടുക്കണം, സാമ്പത്തിക സാക്ഷരത കൊടുത്തേ പറ്റുള്ളൂ. ഈ സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്നത് പണം എങ്ങനെ റേസ് ചെയ്യണം, പണം എങ്ങനെ വിനിയോഗിക്കണം, വിവേകത്തോടെ വിനിയോഗിക്കണം, പണം എങ്ങനെ പരിപാലിക്കണം, പണം എങ്ങനെ വളർത്തണം, പണം എങ്ങനെ അടുത്ത തലമുറയ്ക്കായി കൈമാറ്റം ചെയ്യണം, അടുത്ത തലമുറയ്ക്ക്. ഈ ഒരു മണി മാനേജ്മെന്റ്, പേഴ്സണൽ ഫിനാൻസിന്റെ ഈ മണി മാനേജ്മെന്റ് കുട്ടികൾക്ക് തുടങ്ങിയ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി സ്കൂളിൽ തുടങ്ങിയ സിലബസിന്റെ ഭാഗമായി വളർന്നു വരുമ്പോഴാണ് പണം പ്രഷ്യസ് ആണ്. പണത്തിന്റെ വിലയും മൂല്യം മനസ്സിലാക്കുന്നു. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുക, അത് സംരക്ഷിക്കുക, അത് പരിപോഷിക്കുക, അത് വളർത്തുക, അത് കൊടുക്കുക അടുത്ത തലമുറയ്ക്ക്. ഇതൊക്കെ വളരെ ഞാൻ പറയും ഒരു മിഷണറി ചൈതന്യത്തിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് അതൊക്കെ. അപ്പൊ ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, നമുക്കറിയാം ഈ UPA സർക്കാരിന്റെ കാലത്തായിരുന്നു ലോകം ഈ ഒരു അടുത്ത നാളുകളിൽ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് രാജ്യം നീങ്ങിയത്. പക്ഷേ മൻമോഹൻ സിംഗിന്റെ ഒരു ഭരണത്തിന്റെ കീഴിൽ അത് ഒരു പരിധിവരെ മറികടക്കുവാൻ സാധിച്ചു. നമുക്കറിയാം ഇപ്പൊ വേൾഡ് ബാങ്കിന്റെ ഒരു റിപ്പോർട്ടിന്റെ ഒരു അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ അതിനുശേഷം ഇപ്പം രാജ്യത്തിന്റെ എക്കണോമിയെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ടായി. ഒന്ന് ഡിമോണിറ്റൈസേഷൻ, അതോടൊപ്പം തന്നെ കോവിഡ് മഹാമാരി, അതോടൊപ്പം ആഗോളതലത്തിൽ നടക്കുന്ന റഷ്യ-യുക്രൈൻ സംഘർഷമൊക്കെ. ഇനിയൊരു സാമ്പത്തിക മാന്ദ്യം, ഈ വേൾഡ് ബാങ്ക് പ്രവചിച്ചതുപോലെ ഇനിയൊരു സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുകയാണെങ്കിൽ അതിനെ മറികടക്കുവാൻ നമ്മുടെ രാജ്യം എക്യുപ്ഡ് ആണോ? ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധ എന്ന രീതിയിൽ അങ്ങ് നിരീക്ഷിക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ പറഞ്ഞ സാമ്പത്തിക മാന്ദ്യം സംഭവിച്ച 2008 അതെ, 2008 സാമ്പത്തിക മാന്ദ്യം, ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായെങ്കിലും ഇന്ത്യ അത് ബാധിക്കാതെ പോയത് ഇന്ത്യ ഒരു സേവിങ് എക്കോണമി ആയതുകൊണ്ട് മാത്രമാണ്. കാരണം ഇന്ത്യൻ ജനതയ്ക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇന്ത്യ അധികം അത് ഏശാതെ പോയത്. അതായത് ഇന്ത്യൻ ജനത ഒരു പണത്തിന്റെ ചെലവാക്കൽ രീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 3 തരത്തിൽ ഇന്ത്യൻ ജനത ചിന്തിക്കുന്നു. ഒന്നൊരു ട്രാൻസാക്ഷണറി പർപ്പസ്, ഡെയിലി ആവശ്യമുള്ള കാശ്, ഡെയിലി പാല് മേടിക്കാനോ ബ്രെഡ് മേടിക്കാനോ ഫിഷ് മേടിക്കാനുള്ള കാശ്. രണ്ടൊരു പ്രിക്കോഷണറി മോട്ടീവ് ഇന്ത്യൻ ജനതയ്ക്ക് നല്ലപോലെയുണ്ട്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ആവശ്യങ്ങൾ, ഒരുപക്ഷെ വിദ്യാഭ്യാസമാകാം, വിവാഹമാകാം, വീട് പണിയുന്നതാകാം, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ആവശ്യങ്ങളെ കണ്ടുകൊണ്ട് പണം സ്വരൂപിക്കുന്ന രീതി ഇന്ത്യക്കാർക്കുണ്ട്. അത് അടുത്ത തലമുറയോടുള്ള ഇന്ത്യക്കാരുടെ കരുതലാണ്. അതിനൊക്കെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ, അതിനൊക്കെ ആട്ടം വന്നിട്ടുണ്ട് ഇപ്പം. മൂന്നാമത്തത് ഒരു പക്ഷെ ഇന്ന് ഞാൻ ഇച്ചിരി പിശുക്കെന്ന് പറഞ്ഞാൽ ത്രിഫ്റ്റ് എന്നാണ് എക്കണോമിക്സ് ഞങ്ങൾ പറയുന്നത്. മിതവ്യയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം പിശുക്കല്ല, അത് ഒരു ആവശ്യത്തിന് മാത്രം ചെലവാക്കുക, എനിക്ക് ആവശ്യമുള്ളത് മാത്രം, നോട്ട് എക്സസ്, നോട്ട് മോർ, നോട്ട് ലെസ്, എനിക്ക് ആവശ്യമുള്ളത് മാത്രം. കഴിഞ്ഞ ദിവസം ഒരു വലിയ വ്യവസായ പ്രമുഖൻ പറഞ്ഞ കേട്ടോ, ഒരു വലിയ ഹോട്ടലിൽ കയറിയാൽ പോലും എനിക്ക് ആവശ്യമുള്ള ടിഷ്യൂ പേപ്പർ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ, അവിടെ എത്ര ഇരുന്നാലും എനിക്ക് ആവശ്യമുള്ള 1 അല്ലെങ്കിൽ 2. ഇതാണ് മിതവ്യയം എന്ന് പറയുന്നത്. ഈ മിതവ്യയ ശീലം വരിക. അപ്പൊ ഈ ചോദ്യം ഇതാണല്ലോ, നമ്മുടെ നാട്ടിൽ ഇനി ഇതുപോലൊരു സാമ്പത്തിക മാന്ദ്യം വന്നാൽ നമ്മൾ എക്യുപ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തികളെ എക്യുപ്പ് ചെയ്യിക്കുക എന്നുള്ളത്, നമ്മൾ സർക്കാരിലേക്ക് മാത്രം ഇങ്ങനെ പോകാതെ വ്യക്തികളെയും കുടുംബങ്ങളെയും എക്യുപ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അങ്ങനെ മണി മാനേജ്മെന്റിൽ അവരെ എക്യുപ്പ് ചെയ്യിച്ചെടുക്കുക എന്നുള്ളത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഉണ്ടാണ്. എന്നിട്ട് ഇത് വിനിയോഗിക്കുന്ന രീതിയിലും അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. 3 തരത്തില് മനുഷ്യരുടെ ഈ പ്രകടനാത്മക പരത ഞാൻ കണ്ടിട്ടുണ്ട്. ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്നൊക്കെ പറയല്ലേ, പ്രദർശന മനോഭാവം. മറ്റുള്ളവർക്കൊക്കെ ഉള്ളതെല്ലാം എനിക്ക് വേണം, ഒന്ന്.
മറ്റുള്ളവർക്കൊക്കെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വേണം. 2, 3 താരതമ്യേന കുറഞ്ഞ വിലയുള്ള സാധനങ്ങൾ ലഭ്യമാകുമ്പോഴും കൂടുതൽ വിലയുള്ള സാധനങ്ങൾ കൊണ്ട് നടന്ന് എന്തോ ഒരു ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്നൊക്കെ ഞങ്ങൾ എക്കണോമിക്സിൽ പറയും. അതായത് പ്രദർശന മനോഭാവം. ഈ 3 ഇഫക്റ്റും കൂടി വരുമ്പോഴാണ് കുടുംബങ്ങളുടെ സാമ്പത്തികം താളം തട്ടുന്നത്. ഇത് തന്നെ സർക്കാരിന് സംഭവിക്കണം, ഇത് തന്നെ വ്യക്തികൾക്ക് സംഭവിക്കണത്. ഈ കടമെടുത്തിട്ട് പ്രദർശനപരതയ്ക്ക് വേണ്ടിയാണെങ്കിൽ സർക്കാരാണെങ്കിലും വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും അടിത്തറ ഇളകും, താളം തെറ്റും. വളരെ വ്യക്തമാണ്. അങ്ങ് പറയുന്നതിന്റെ ഒരു സമ്മറി, അതായത് ഈ ഫിനാൻഷ്യൽ ലിറ്ററസി സമൂഹത്തിന്റെ താഴെ തട്ടിൽ നിന്ന് തന്നെ വരണം. അതോടൊപ്പം തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സർക്കാരിന്റെ മാത്രം ഒരു ചുമതലയല്ല, അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങൾ കൂടി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് രൂപീകരിക്കണം. ഓക്കെ, വളരെ വ്യക്തമാണ്. ശ്രീ ടി ദേവപ്രസാദ്, നമ്മൾ കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ, ഈ സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ പേരിൽ ഇപ്പോഴത്തെ കേരള ഭരണകൂടം വളരെയധികം വിമർശനം ഏറ്റുവാങ്ങുകയാണ്. ചെറിയൊരു കണക്ക് അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ 2021 ഡിസംബർ വരെ കേരളത്തിന്റെ മൊത്തം ചെലവ് 1.17 ലക്ഷം കോടി രൂപയാണ്. അതിൽ 38% കടമെടുത്താണ് ആ ഒരു ചെലവ് മുന്നോട്ട് പോകുന്നത്. അങ്ങൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. ഇതിനു മുമ്പ് ഇത്ര രൂക്ഷമായി കേരളം ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചത് 1999-2000 ആ ഒരു കാലഘട്ടത്തിലാണ്. അന്ന് മുഖ്യമന്ത്രിയുടെ ഒരു യാത്രാ ടിക്കറ്റ് പോലും നൽകാൻ ചില ഏജൻസികൾ പോലും തയ്യാറായിരുന്നില്ല. അത്ര രൂക്ഷമായിരുന്നു കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കേരളം ഇത്രമാത്രം ഒരു സാമ്പത്തിക ഒരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുവാൻ ഇടയായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ശ്രീ ടി ദേവപ്രസാദ്? വളരെ വിശദമായ ഒരു പഠനം സർക്കാർ പോലും നടത്താത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് എന്നോട് ചോദിക്കുന്നത്. ഇപ്പൊ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിലുള്ള എന്റെ നിരീക്ഷണങ്ങൾ പറയാനേ എനിക്ക് സാധിക്കും. നമുക്കറിയാം, കേരളത്തിന്റെ കടം ഏതാണ്ട് 3.32 ലക്ഷം കോടി കടന്നിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടമാണ്. അത് മാത്രമല്ല, ഗവൺമെന്റ് ഇപ്പൊ കിഫ്ബി എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് എവിടെ നിന്നൊക്കെയൊക്കെ പൈസ കടം മേടിക്കും, അത് ഗവൺമെന്റ് വാങ്ങിക്കും. ആ പൈസ തിരിച്ചടയ്ക്കുന്നത് നമ്മൾ സർക്കാരിലേക്ക് കൊടുക്കുന്ന നികുതി കൊണ്ടാണ്. അതിപ്പോ നമ്മൾ അതിന് കുറെ മേഖലകൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പം മോട്ടോർ വാഹന നികുതി, അതായത് സർക്കാരിന് ഷുവറായിട്ടും കിട്ടുമെന്നുള്ള ഒരു നികുതിയാണ്. ഒരാൾ വണ്ടി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന് കാശുണ്ട്, പെട്രോൾ മേടിച്ച കാശുണ്ട്. അതൊക്കെ കൃത്യമായി കിഫ്ബിയിലേക്ക് പോകും. എന്നാൽ കിഫ്ബിയെ സംബന്ധിച്ച് യാതൊരു നിയന്ത്രണവും നിയമസഭയ്ക്കോ സർക്കാരിനുണ്ട്, നിയമസഭയ്ക്കില്ല. അപ്പം അതായത് വാസ്തവത്തിൽ ജനങ്ങൾ അറിയാതെ, അല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നവർ അറിയാതെയുള്ള ഒരു സംവിധാനത്തോടെ ചെലവ് നടക്കുന്നു. ഇപ്പൊ ഈ കടം അതായത് നമ്മുടെ കേരളത്തില് 2003 നിയമസഭ പാസ്സാക്കിയ ഒരു ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി നിയമമുണ്ട്. അതനുസരിച്ച് മൊത്തം വരുമാനത്തിന്റെ 29.67% അപ്പുറം നമുക്ക് കടം മേടിക്കാൻ പാടില്ലെന്നാണ്. ഇപ്പൊ നമ്മൾ 40% അപ്പുറത്താണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ അപകടകരമായ ഒരു നിലയിലേക്ക് പോകുന്നതെന്നാണ്. പക്ഷെ ശ്രീലങ്ക പോലെയുള്ള അനുഭവം ഒന്നും നമുക്ക് ഉണ്ടാകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ മുകളിലുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ മുകളിലുള്ളതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് അങ്ങനെ തോന്നിയ ദിവസം എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. തിരിച്ചടയ്ക്കാനാവാതെ വരുമ്പോൾ അതിനുള്ള നിയന്ത്രണങ്ങൾ കേന്ദ്രം ഉണ്ടാക്കും. ഇപ്പൊ തന്നെ കൊണ്ടുവരുന്നുണ്ട് സർക്കാരിന്റെ കടമെടുക്കാനുള്ള വ്യവസ്ഥകൾ. ഇപ്പൊ കിഫ്ബി എടുത്തിരിക്കുന്ന കടമെല്ലാം സർക്കാരിന്റെ പൊതുകടത്തിലേക്ക് കൊണ്ടുവരുന്ന കഴിഞ്ഞാലായിട്ട് കേരള ഗവൺമെന്റ് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം അതനുസരിച്ച് ഗവൺമെന്റ് ചില നടപടികൾ എടുത്തു. ഇപ്പൊ നമുക്കറിയാം, ചെലവുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പം കൊച്ചുറാണി പറഞ്ഞ പോലെ വരവ് എന്തെന്ന് നോക്കാതെയൊക്കെ നമ്മൾ ചെലവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പെൻഷനുകൾക്ക് വേണ്ടി എല്ലാം കൂടെ ഉള്ള ഈയിടെ പത്രത്തിൽ വായിച്ചാണ്, അതിനുവേണ്ടി ഒരു പുതിയ അതോറിറ്റി ഉണ്ടാക്കിയിട്ട് ആ അതോറിറ്റിക്ക് ഗവൺമെന്റ് ജാമ്യം നിൽക്കുന്നത്, ഈട് നിൽക്കുന്ന ഗവൺമെന്റ് മാറി. ഇപ്പൊ അവരെങ്ങനെ ഈ പെൻഷൻ എല്ലാം വിതരണം ചെയ്യുമെന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറുമെന്നാണ് അതിൽ നിന്ന് നിരീക്ഷിക്കുന്നത്. അതെങ്ങനെ വരുമെന്ന് നമുക്കറിയത്തില്ല. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കൊച്ചുറാണി മുമ്പ് സൂചിപ്പിച്ച ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷന്റെ കാലത്തിലെ ഒന്നും സാഹചര്യമാണോ നമുക്കുള്ളതെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഈ പറഞ്ഞ പോലെ അത് മറികടക്കാൻ വേണ്ടി കൊച്ചുറാണി പറഞ്ഞ നല്ല കുറെ നിർദ്ദേശങ്ങളാണ്. പക്ഷെ ആ നല്ല നിർദ്ദേശങ്ങൾ ഇന്നത്തെ തലമുറ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത്, ത്രിഫ്റ്റ് സെൻസ് നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. ത്രിഫ്റ്റ് സെൻസ് ഇപ്പം നമുക്കറിയാം, നമ്മുടെ പല നമ്മുടെ മക്കളും ഒക്കെ ഒരുപക്ഷെ IT-യിലൊക്കെ ജോലി കിട്ടും. അവർക്കൊന്നും പൈസയുടെ ഒരു വലിയ, ഇപ്പം ഒരുപക്ഷെ ഞങ്ങളുടെ തലമുറയുടെ ഒക്കെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന പോലെ നമുക്ക് കിട്ടുന്ന ജോലിയിൽ നിന്ന് കുറച്ച് കാശ് വീട്ടിലേക്ക് കൊടുക്കണം, അങ്ങനെ ഒരു ആവശ്യം അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് അടിച്ചുപൊളിച്ച് കഴിയും, ഒരു വലിയ വീടുകൾ വാങ്ങിക്കും. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ 2008-ലൊക്കെ ഡിപ്രഷൻ വന്നപ്പോ എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ അങ്ങനെയൊക്കെ ചെയ്ത് അവർ കടം മേടിച്ച് വലിയ കെട്ടിടങ്ങളൊക്കെ വാങ്ങിച്ചു, അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റുകളൊക്കെ വാങ്ങിച്ചു.
ഒന്നും തിരിച്ചു കൊടുക്കാൻ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ മാർഗമില്ല, അവിടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ മാർഗമില്ല. അങ്ങനെയൊക്കെയുള്ളൊരു ഈ ത്രിഫ്റ്റ് സെൻസ് ഒക്കെ ഇപ്പൊ നമ്മുടെ യുവതലമുറയ്ക്കുണ്ടോ, എത്ര പേർക്കുണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട ഒരു സാഹചര്യം. ഇപ്പൊ കുവൈറ്റിലെ ആ യുദ്ധം വന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കുവൈറ്റിൽ നിന്നൊക്കെ വന്നപ്പോൾ പണ്ടൊക്കെ വന്ന് ഇവിടെ വലിയ പോഷടിച്ചിരുന്ന ആൾക്കാർ ഒന്നുമില്ല നാട്ടിലേക്ക് വന്നു, ജീവിക്കാൻ മാർഗമില്ല വന്നു. പക്ഷെ അതുകൊണ്ട് അവർ തിരിച്ചു പോയി കഴിഞ്ഞു രണ്ടാമത്തെ അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ അവര് മാന്യമായി ജീവിച്ചല്ലോ ഒക്കെ സമ്പാദിക്കണമെന്നും അങ്ങനെ മിച്ചം പിടിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായി. പക്ഷെ ഇപ്പൊ ഈ ത്രിഫ്റ്റ് സെൻസ് ഉണ്ടോ, പിന്നെ ഈ വർക്കിംഗ് ആയിട്ടുള്ള ഒരു മനോഭാവം, നമുക്ക് എല്ലാം പെൻഷൻ, അതുപോലെ ഗവൺമെന്റിന്റെ ആനുകൂല്യം, ഫ്രീ കിറ്റ്, ഫ്രീ ഡോക്ടർ, എല്ലാം സൗജന്യം, അതുകൊണ്ട് ജോലി ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ്, അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് കേരളത്തിലായിട്ട് 40 ലക്ഷത്തിലധികം അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നതാണ് പറയുന്നത്. ഇവിടെ ഒരു പക്ഷേ കുറെ കഴിയുമ്പോഴത്തേക്കും അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഭൂരിപക്ഷമായി മാറുമെന്ന് അറിയത്തില്ല. കാരണം കേരളത്തിന് ജനസംഖ്യ എന്തോരുണ്ടെന്ന് നമുക്കറിയാം. അതിലേക്ക് ഇപ്പൊ അതായത് അവരുടെ ഈ എക്സ്പെക്ടഡ് കണക്കനുസരിച്ച് 60 ലക്ഷം ആകുമ്പോൾ കേരളത്തിലെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഒരു സാന്നിധ്യം. അവർക്ക് ഇവിടെ വരുന്നവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ 30 രൂപയ്ക്കൊക്കെ ജോലി ചെയ്തവർക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും 1000 രൂപ തന്നെ കൂലിയാണ് അവർക്ക്. നമ്മുടെ ഈ സംസ്ഥാനം, നമ്മുടെ ഈ വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, നമ്മളൊരു വെൽഫെയർ ആക്ടിവിറ്റീസ്, നമ്മുടെ ഒരു വരുമാനം അനുസരിച്ചാണ് വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ കേന്ദ്ര ഗവൺമെന്റ് പല വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. കേരള ഗവൺമെന്റ് ഇപ്പം കേരളത്തിൽ പെൻഷൻ ഇല്ലാത്ത ആരാളുള്ളത്? പെൻഷൻ ഇല്ലാത്ത ആരെന്ന് മാത്രമല്ല, കേരള ഗവൺമെന്റിനെ കൊണ്ട് ഇപ്പം ഈ പെൻഷനുകളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ള ഒരു വലിയ ദാരുണമായ അവസ്ഥയുണ്ട്. ഇപ്പൊ നമുക്കറിയാം KSRTCയുടെ സംഭവം തന്നെ എടുത്തു. KSRTCക്ക് എന്തുകൊണ്ടാണ് മുമ്പോട്ട് പോകാൻ സാധിക്കാതെ വരുന്നത്? KSRTC മുമ്പോട്ട് പോകാൻ സാധിക്കാതെ വരുന്നത് ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് സർവീസിലുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പുറത്ത് പെൻഷൻ മേടിക്കുന്നുണ്ട്. ഈ വണ്ടി ഓടി കിട്ടുന്ന കാശ് കൊണ്ട് പെൻഷനും കൊടുക്കണം, ഇത്രയും ആൾക്കാരെ കാര്യം അത്രയും കുടുംബങ്ങൾ സർവൈവ് ചെയ്തൊക്കെയാണ്. പക്ഷേ അതിനുള്ളൊരു സാധ്യതയുണ്ടോ? മറ്റേ KSRTCക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമല്ലോ എന്നുള്ളതാണ് പ്രശ്നം. ഇത് സർക്കാരിനെയും ബാധിക്കാൻ പോവാ. ഇപ്പൊ സർക്കാരിനെ ബാധിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഈ കടത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിലൊക്കെ എന്താ ഒരു ഉറപ്പിക്കാത്ത, അല്ലെങ്കിൽ എന്താ തീർച്ചയാക്കാത്ത വാർത്തകൾ ഉണ്ടായിരുന്നു. ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ പോകുന്നു, പെൻഷൻ വെട്ടിക്കുറയ്ക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ. അതൊക്കെ ചിലപ്പോൾ വെറുതെ ഇറക്കുന്ന പ്രചരണങ്ങളായിരിക്കും. പക്ഷെ നമുക്കറിയാം 2008 മുഖ്യമന്ത്രിക്ക് വണ്ടിക്കൂലി, വിമാനത്തിന് ടിക്കറ്റ്, അത് ശിവദാസ് മേനോൻ ധനകാര്യമന്ത്രിയായി മാറിയ കാലത്താണ്, ഇടതുപക്ഷത്തിന്റെ ഭരണം കഴിഞ്ഞ് ഇറങ്ങിയ കാലത്താണ്. ആന്റണി വന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു നാട്. പിന്നെ ഇപ്പൊ എന്താ കൃഷിക്കാരൻ എന്ന് പറയുന്നത്, അതാണല്ലോ പ്രൈമറി സെക്ടർ എന്ന് പറയുന്ന കൃഷിയാണ്. കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇവിടെ എല്ലാവർക്കും സംവരണമുണ്ട്. കൃഷിക്കാരൻ എന്നാ കൊടുക്കുന്നുണ്ട്? അവൻ കൃഷി ചെയ്ത സാധനത്തിനൊന്നും വിലയില്ല. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. ഈ തിരുവനന്തപുരത്തൊക്കെ തക്കാളി കിട്ടാൻ മാർഗമില്ല, അവിടെ ഇടുക്കിയിലൊക്കെ തക്കാളി മേടിക്കാൻ ആരുമില്ല. ഇതിനൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഗവൺമെന്റ് സാധിച്ചു. സംവിധാനമുണ്ട്, ഹോർട്ടികോർപ്പ് എന്നൊക്കെ പറഞ്ഞ് പലതുണ്ട്. എന്തെങ്കിലും പ്രയോജനം അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ടോ? എന്തുകൊണ്ട് ഈ കർഷകന്റെ പിന്നെ കർഷകനൊരു ഇപ്പൊ ഇസ്രായേലിലൊക്കെ നമുക്കറിയാം, അവിടെ കമ്മ്യൂണിസ്റ്റ് അഗ്രികൾച്ചർ ഉണ്ട്. അഗ്രികൾച്ചറിലെ ഒരു രാജ്യത്തിന് ജീവിക്കാൻ പറ്റിയല്ലോ, ഉറപ്പല്ലോ. ആ അഗ്രികൾച്ചറിന് എന്താ, അവർക്ക് അഷ്വേർഡ് മാർക്കറ്റാണ്. അവർക്ക് അവരുടെ സാധനത്തിന് ഗവൺമെന്റ് നിശ്ചിത വില കൊടുത്തിരിക്കും. നിശ്ചിത വില എന്ന് പറഞ്ഞാൽ അവർക്ക് ലാഭം കിട്ടുന്ന വില, അല്ലാതെ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ കർഷകനെ വിട്ടുകൊടുക്കുമല്ലോ. ഇവിടെ ഇപ്പൊ കർഷകൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഈ നമ്മളിപ്പം ഇടതുപക്ഷം ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ കൃഷി മേഖല നശിപ്പിച്ച ഇടതുപക്ഷമാണ്, നമ്മുടെ വ്യവസായ മേഖല നശിപ്പിച്ച ഇടതുപക്ഷമാണ്. ഇവിടെ എന്തുമാത്രം ഫാക്ടറികൾ ഉണ്ടായിരുന്നു 1947 എത്ര ഫാക്ടറികൾ പൂട്ടിപ്പോയി. തൊഴിലവസരങ്ങൾ എന്നും പറഞ്ഞാല് തൊഴിലാളി ക്ഷേമമാണ്, തൊഴിലാളിക്ക് ഇതെല്ലാം കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ കശുവണ്ടി ഫാക്ടറികൾ എങ്ങനെയാണ് ഇവിടുന്ന് പോയത്? നമ്മുടെ കയർ ഫാക്ടറികൾ എങ്ങനെയാണ് പോയത്? ആലപ്പുഴ തുറമുഖം ഇല്ലാതായത് എങ്ങനെയാണ്? ഇതെല്ലാം ഈ ഇടതുപക്ഷത്തിന്റെ. ഇന്നിപ്പോ അതേക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അവർ നമ്മളെ തല്ലും. കാരണം അവർക്ക് തല്ലാനും അടിക്കാനും ഒക്കെ അവർക്കറിയാം, അല്ല നാട് നന്നാക്കാനുള്ള കാര്യങ്ങൾ അവർക്കറിയത്തില്ല. ശ്രീ ജോസൂട്ടി ഒഴികെ ഒരു ആഗോള മാന്ദ്യം നമ്മെ തുറിച്ചു നോക്കുകയാണ്. നമുക്കറിയാം, മലയാളികൾ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും മലയാളികൾ പലതരത്തിലുള്ള ഒരു ജോലികളിൽ ഏർപ്പെടുന്നുണ്ട്. ഈ ഒരു മാന്ദ്യം മലയാളികളെ എത്രത്തോളം ഗുരുതരമായിട്ടാണ് ബാധിക്കുക? ശ്രീ ജോസൂട്ടി ഒഴികെ. ആഗോള മാന്ദ്യം ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായി ബാധിക്കാവുന്ന ഒരു കമ്മ്യൂണിറ്റി മലയാളികളായിരിക്കും. കാരണം മലയാളി ഇന്നൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ അംഗമാണ്. കേരളം കൊണ്ട് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ കൊണ്ട് മാത്രമായിട്ടോ നമുക്ക് ജീവിക്കാൻ വരാം. നമ്മുടെ ജനസംഖ്യയിലെ ഒരു വലിയ ശതമാനം ആളുകൾ വിദേശ രാജ്യങ്ങളിലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവര് കേരളത്തിലേക്ക് അയക്കുന്ന പണം എന്ന് പറയുന്നത് അതും ചെറുതല്ലാത്തൊരു തുകയുണ്ട്. അപ്പോ ആഗോള മാന്ദ്യം പോലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലേക്ക് എത്തുന്ന പണത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തുന്ന പണത്തിന്റെ അളവിൽ കുറവുണ്ടാകും. അത് രണ്ട് തരത്തിൽ അതുണ്ടാകും. ഒന്ന്, ഈ ആളുകൾ അവരവരുടെ നാട്ടിൽ അവരൊന്ന് ഞെരുങ്ങും.
അതിന്റെ പ്രതിഫലമായിട്ട് ഇവിടെ അതുണ്ടാവും. അപ്പൊ സ്വാഭാവികമായും അത് ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ, ഇവിടുത്തെ സ്പെൻഡിങ്ങിനെ അത് ബാധിക്കും. നമ്മുടേത് ഒരു കൺസ്യൂമർ കൺട്രിയാണ്, കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ആളുകൾ സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ സർക്കാരിലേക്ക് പണം കിട്ടുള്ളൂ. അത് ഇന്ന വസ്തുക്കളെന്നില്ല, നമ്മുടെ കൺസ്യൂമർ ഐറ്റംസ് മുതല് പിന്നെ ഇപ്പോ സർക്കാർ പിടിച്ചു നിൽക്കുന്ന മദ്യവും ലോട്ടറി ഒക്കെ ഉൾപ്പെടെ മുതല് ആളുകൾ വാങ്ങിയെങ്കിൽ മാത്രമേ സംസ്ഥാന സർക്കാരിന്റെ പണം ഉണ്ടാവുള്ളൂ. അപ്പൊ സ്വാഭാവികമായും ഇപ്പോൾ ഉള്ളതിനേക്കാളും വീണ്ടും തൊഴിൽ ലഭ്യതകൾ കുറയും, അക്കാര്യത്തിൽ തർക്കമില്ല. ഈ ബ്ലൂ കോളർ ജോലിക്ക് കുറെ സാധ്യതകൾ നിൽക്കുമെങ്കിൽ പോലും വെള്ളക്കോളർ ജോലികളുടെയും അതുപോലെ മറ്റു മേഖലകളിലുള്ളത്, കൺസ്യൂമർ മേഖലകളിലൊക്കെ ഉള്ളത് കുറയും. സ്വാഭാവികമായും നമ്മൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ഇതിനെ പോകും, സംസ്ഥാന സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അകത്തുനിന്ന് സംസ്ഥാന സർക്കാരിന് നേരിട്ട് നീതി കിട്ടുന്ന വ്യവസായങ്ങൾ വളരെ കുറവാണ്. അതിന് വ്യത്യാസമാണെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ ഒക്കെ പോകണം. ഓരോ ഗ്രാമത്തിലും 250 ആളുകൾക്ക് ജോലിയുള്ള ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ധാരാളം അവിടെ ഉണ്ട്. ഓരോ വർഷവും കഴിഞ്ഞ് നമ്മൾ ഇപ്പോ നേരത്തെ 2 വർഷം മുമ്പ് പോയ ഒരു തമിഴ്നാട് ഗ്രാമത്തിൽ ഇപ്പൊ ചെന്നാൽ അവിടെ ഒരു പുതിയൊരു വ്യവസായ സ്ഥാപനം അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽശാല ഉണ്ടായിരിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 10 വർഷം മുമ്പുള്ളത് ഇപ്പോൾ ഇല്ല, അടച്ചു പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ അതുപോലത്തെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമ്മുടെ കാഴ്ചപ്പാടിന്റെയും കൺസെപ്റ്റിന്റെയും ഒരു പ്രശ്നം അതിനകത്ത്. ആ പ്രശ്നം തന്നെയാണ് നമ്മളെ കൂടുതൽ രൂക്ഷമായിട്ട് ബാധിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് തൊഴിലില്ലാത്തവരുടെ എണ്ണം കൂടുമ്പോൾ പ്രത്യേകിച്ച് ഒരു തൊഴിലെന്ന് അഡ്രസ് ചെയ്യപ്പെടാത്ത തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം കൂടും. അത് എന്ന് പറയുന്നത് കള്ളക്കടത്തും ഈ മയക്കുമരുന്നും അതുപോലെ തന്നെ ഈ സമരങ്ങളും പ്രതിഷേധങ്ങളും റാലികളും, അങ്ങനെ വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ നമുക്ക് വഴിയിറങ്ങി 4 മുദ്രാവാക്യം വിളിക്കാം എന്ന് പറയുന്ന രീതിയിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തരമായി ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധികൾ അത് അസ്വസ്ഥതകളിലേക്കും അതുപോലെ തന്നെ നിയമലംഘനങ്ങളിലേക്കും അതുപോലുള്ള വിവിധ മേഖലകളിലേക്ക് അത് തിരിയും. ഇപ്പൊ തന്നെ നമ്മളെ ആത്മഹത്യയുടെ തലസ്ഥാനം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ആളുകൾ, ധാരാളം ആളുകൾ ഇവിടെ പല കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ആക്കം കൂട്ടും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ട്രെൻഡ് കാണാൻ പോകുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ തന്നെ നല്ലപോലെ തൊഴിലെടുക്കാൻ പറ്റുന്ന ബുദ്ധിയുള്ള വിദ്യാഭ്യാസമ്പന്നരായ യുവാക്കൾ രാജ്യം വിടുകയാണ്, കേരള സംസ്ഥാനം വിടുകയാണ്. അവരുടെ ആ വർക്ക് പൊട്ടൻഷ്യൽ അത് ഇവിടെ പ്രോഡക്റ്റ് ആകേണ്ടതാണ്. ഒരു ജോലി ചെയ്യാൻ ആവശ്യമുള്ള ഒരാളിന് ഇപ്പോ അയാൾക്ക് ഒരു മാസം ഒരു 25,000 രൂപയോ അല്ലെ 30,000 രൂപയോ ശമ്പളം അല്ലെങ്കിൽ 50,000 രൂപ സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 50,000 രൂപയുടെ ജോലിയിൽ നിന്നും ഇവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ച ചിലപ്പോൾ 1 ലക്ഷത്തിന്റെയോ 1.5 ലക്ഷത്തിന്റെയോ 2 ലക്ഷത്തിന്റെയോ ആയിരിക്കും. അപ്പോ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാൾ പുറത്തു പോകുന്നതോടുകൂടി സംസ്ഥാനത്തിന് ആ ഒരു വളർച്ചയ്ക്കുള്ള സാധ്യത കൂടെ ഇല്ലാതാകുക. അപ്പൊ തീർച്ചയായും ഇതിലൂടെ കീ ഫാക്ടർ നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ്. കാരണം ഒരു സംസ്ഥാനത്തെ വികസനം എന്ന് പറയുന്നത്, അവിടുത്തെ തൊഴിൽ ലഭ്യത എന്ന് പറയുന്നത്, പുതിയ സംരംഭങ്ങൾ വരുന്നത്, അതെല്ലാം ആ ഗവൺമെന്റിന്റെ നിലപാടുകളെയും പോളിസികളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഗവൺമെന്റിന്റെ നിലപാടുകളും പോളിസികളും അനുകൂലമല്ലെങ്കിൽ ഒരിക്കലും ഒരു സംസ്ഥാനത്തും ആർക്കും വികസിക്കാൻ പറ്റാതെ വരും. ഇപ്പൊ ഇവിടെ തന്നെ നമുക്കറിയാം, നമ്മുടെ നോക്കുകൂലി വളരെ എന്താണ് അതിന് പറയാവുന്ന പേര് ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ ഒരു സിസ്റ്റം ഒരുപക്ഷെ ലോകത്തിൽ കേരളത്തിൽ മാത്രമാണ്. അത് നിർത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും ഗ്രാമങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അത് എത്രമാത്രം നിന്നുപോയി എന്ന് വീണ്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയാണ് അതിന് നിൽക്കുന്നത്. അപ്പോ അന്ന് അതേസമയത്ത് കേരളത്തിന് മാത്രമായ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഉണ്ടായിരുന്നു. അത് ഈ ബ്ലൂ കോളർ ജോലിക്ക് വെള്ളക്കോളർ ജോലിയെക്കാളും ശമ്പളം കിട്ടുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം. നമുക്കിവിടെ ഒരുമാതിരി ഒരു നല്ല ഒരു പണിക്കാരനെ കിട്ടണമെങ്കിൽ 800 രൂപയോ 1000 രൂപയോ കൊടുക്കണം. പക്ഷേ ഇന്നിപ്പോ ഒരു മാസം ഒരു 8,000 രൂപയ്ക്കോ 10,000 രൂപയ്ക്കോ അത്യാവശ്യം ഒരു ക്ലർക്കിന്റെ പണി ചെയ്യാനും വേണമെങ്കിൽ ഒരു എഞ്ചിനീയറെ ഒരു 15,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോ ഈ ബ്ലൂ കോളർ ജോലിക്ക് വെള്ളക്കോളർ ജോലിയെക്കാളും സാധ്യതകൾ ഉണ്ടായ ഒരു സംസ്ഥാനത്ത് യഥാർത്ഥത്തിൽ വലിയ കുതിച്ചാട്ടം വികസനം ഉണ്ടാകേണ്ടിയിരുന്നതാണ്. കാരണം അത്തരത്തിന് പ്രത്യേക സ്കിൽ ആവശ്യമില്ല. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ നയങ്ങളിലെ പ്രത്യേകത കൊണ്ടും നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിലെ തകരാറ് കൊണ്ടുമാണ് ഈ നമ്മുടെ ഈ ആളോഹരി കടം 1 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ വളരെ കഷ്ടപ്പെട്ടിട്ടെങ്കിൽ മാത്രമേ ഈ 1 ലക്ഷത്തിലേക്ക് ആളോഹരി കടം ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ സർക്കാർ അത് വളരെ എളുപ്പം സാധിച്ചെടുത്തിട്ടുണ്ട്. മിസ്മാനേജ്മെന്റിന് ഇത് ആഗോള പാഠ്യ വിഷയമാക്കേണ്ട ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ് എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം, ധനകാര്യത്തെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാനത്തിൻ്റെത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം നമ്മൾ മറക്കരുത്. അപ്പോ നമ്മൾ കൂടുതൽ പ്രതിസന്ധികളിലേക്കാണ് പോകുന്നത്. കാർഷിക മേഖലയുടെ പ്രതിസന്ധി അതിരൂക്ഷമാകുന്നു. ഇവിടെ കൃഷി ചെയ്യാത്ത സ്ഥലങ്ങളുടെ അളവ് കൂടുന്നു. മത്സ്യമേഖല അടുത്ത പ്രതിസന്ധിയിലാകുന്നു. അവിടുത്തെ തൊഴിലാളികളുടെ ഇടയിൽ പട്ടിണിയും അതുപോലുള്ള സംഗതികൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സെമി സ്കിൽഡ് ലേബറുകളുടെ കാര്യത്തിലും ഇതേ പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. ആകെപ്പാടെ സർക്കാർ ജോലി മാത്രമാണ് നീങ്ങുന്നു. സർക്കാർ ജോലിക്കാണ് സർക്കാർ ശമ്പളം കൊടുക്കണം.
അത് കൊടുക്കണമെങ്കിൽ സർക്കാരിന് വരുമാനം കിട്ടണം, വരുമാനം കിട്ടണമെങ്കിൽ ജനങ്ങളിൽ നിന്ന് നീതി കിട്ടണം, നീതി കിട്ടാത്തപ്പോ കടമെടുക്കണം, കടമെടുക്കുമ്പോൾ ഇതെല്ലാം വീണ്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കുച്ചാൻ ടീച്ചർ പറഞ്ഞ പോലെ ഒരു വലിയൊരു സർക്കിളിന്റെ അകത്ത് നമ്മൾ എവിടേക്കാണ് സർക്കിളിന് പുറത്തേക്ക് പോയി അവസാനം ശൂന്യാകാശത്തിലേക്ക് പോകുന്ന പോലുള്ള ഒരു കറക്കത്തിലാണ്, ഒരു പാരാബോളിക് ഒരു റൂട്ടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതോടൊപ്പം ശ്രീ ജോസൂട്ടി ഒഴികെ അങ്ങ് നേരത്തെ തുടക്കത്തിൽ തമിഴ്നാടിന്റെ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഒത്തിരിയധികം ഈ തമിഴ് തൊഴിലാളികളെ ഒക്കെ നാം കാണാറുണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും ഒക്കെ ആസാമിൽ നിന്നൊക്കെ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളി അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളാണ്. ഇപ്പോൾ ഈ തമിഴ് തൊഴിലാളികളെ നാം കാണുന്നില്ല. ഇത് ഒരു തരത്തിൽ ഈ തമിഴ്നാട്ടിലെ ഒരു തൊഴിലവസരങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോളിസിയുടെ ഒക്കെ ഒരു പ്രതിഫലനമാണോ ഇവരുടെ ഇവർ അപ്രത്യക്ഷമാകാനുള്ള ഒരു പ്രധാന കാരണം? ശ്രീ ജോസൂട്ടി ഒഴികെ. തീർച്ചയായും അതിന് എനിക്ക് കൃത്യമായിട്ട് ഉത്തരവുണ്ട്. അതായത് തമിഴ്നാട്ടിലെ ഒന്നാമത്തെ ഘടകം ഏറ്റവും കുറഞ്ഞ ചെലവിൽ തമിഴ്നാട്ടിൽ എമ്പാടും ദിവസത്തിന്റെ ഏത് സമയത്തും യാത്ര ചെയ്യാനുള്ള സൗകര്യം. ഒരു സാധാരണ തൊഴിലാളിക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എവിടെയും സുഗമമായി യാത്ര ചെയ്തു പോകാൻ പറ്റിയ രീതിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അവർ അത്രയ്ക്ക് വിപുലമാണ്. രണ്ടാമത്തെ സംഗതി, അവിടെ ഒരു സംരംഭം ആരംഭിച്ചാൽ അത് വിജയിപ്പിക്കേണ്ടതിന്റെ ബാധ്യത ആ സംരംഭത്തിന്റെ മേലധികാരികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ്. ഒരു വ്യവസായി ഒരാൾ അവിടെ ചെന്നൊരു വ്യവസായം തുടങ്ങിയിട്ട് ആ വ്യവസായം പരാജയപ്പെട്ടാൽ ആ പരാജയപ്പെടാൻ എന്തുകൊണ്ട് എന്ന് ബന്ധപ്പെട്ട ബാങ്കുകാരും വായ്പ കൊടുത്ത ബാങ്കുകാരും അതുപോലെ തന്നെ അവിടുത്തെ വ്യവസായ ഓഫീസറും സമാധാനം പറഞ്ഞാൽ മതിയാവും. ഒരാളൊരു കൃഷി ചെയ്തിട്ട് ആ കൃഷിക്കാരന് കടക്കണിയിലായി കഴിഞ്ഞാൽ ആ കൃഷി ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് അയാളെ കൃഷിയിൽ നിന്ന് ലാഭമായൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ പ്രതിസന്ധിയിലായെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരാരും ഓഫീസിലിരിക്കില്ല, അവർ ഇവിടെ വരും, അവരുടെ സ്ഥലത്ത് വരും. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പോളിസി എന്ന് പറയുന്നത് അവരെ എപ്പോഴും അധ്വാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പോളിസിയാണ് അവർ. മറ്റൊന്നുകൂടിയുള്ളത്, ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന പദ്ധതികളാണ്. ഇതെനിക്ക് നേരിട്ട് തൊട്ടറിയാവുന്ന കാര്യമാണ്. സർക്കാർ 1000 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 950 രൂപയും ആളുകളുടെ കയ്യിൽ എത്തും എന്ന് അവർ ഉറപ്പുവരുത്തും. ഒരു കാലഘട്ടത്തിൽ കുറെ അധികം ഉദ്യോഗസ്ഥ അഴിമതികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിന് മാറ്റം വന്നിട്ട് ഇപ്പോൾ അഴിമതിയൊക്കെ കാണുമായിരിക്കും, പക്ഷെ പ്രത്യക്ഷത്തിൽ കാണുന്നത് ജനങ്ങളുടെ കയ്യിലേക്ക് ഗവൺമെന്റിന്റെ സഹായം എത്തുന്നതാണ്. ഇപ്പൊ ഗവൺമെന്റിന്റെ പണം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, അത് രാജ്യത്തെ മുന്നോട്ട് നയിക്കുള്ളൂ. ഇപ്പൊ 2008 കാര്യം ഇവിടെ പറഞ്ഞു. അന്ന് മൻമോഹൻ സിംഗ് ചെയ്ത ഒരു കാര്യം, ദേശീയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതി എന്ന പേരിട്ടിട്ട് നാട്ടിൻപുറത്തുള്ള സകല പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും വീട്ടമ്മമാരുടെയും കയ്യിലേക്ക് ദിവസം ഒരു 200 രൂപ 250 രൂപ വെച്ച് കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി. വളരെ അധികം ദിവസം ഉണ്ടായില്ല, 100-200 ദിവസത്തെ തൊഴിലൊക്കെ കൊടുത്തുള്ളൂ. പക്ഷെ അത്രയും പണം സർക്കാരിന്റെ ഖജനാവിൽ ഇരുന്നത് ഈ ആളുകളുടെ കയ്യിലേക്ക് വന്നു. ഈ ആളുകളുടെ കയ്യിലേക്ക് വന്നപ്പോൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ കയ്യിലേക്ക് വന്നപ്പോൾ, ദീർഘകാലമായി അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ചെറിയ ചെറിയ സാധനങ്ങള്, വീട്ടു സാധനങ്ങള്, അതെല്ലാം അതുവരെ വെട്ടിക്കാത്ത വെക്കല്ലേ ഇത്. അവർ ആ സാധനങ്ങൾ, കാരണം ഈ തൊഴിലാണ്, ഇനി പൈസ വന്നുകൊണ്ടിരിക്കുന്നവർക്കറിയാം. അപ്പൊ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ സാധനങ്ങൾ വാങ്ങി. അപ്പോ ലോകത്തെമ്പാടും ഒരു റിസഷന്റെ ഭീതിയിൽ നിന്നപ്പോൾ കേരളത്തിലെ ഗ്രാമീണ മേഖല ഈ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക വഴി നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ, നമ്മുടെ കൺസ്യൂമർ മേഖലയിൽ അതൊരു ബൂം ഉണ്ടാക്കി. ആ ബൂമിന്റെ ഒരു പ്രതിഫലനം ഇത്രകാലം മുന്നോട്ട് വന്നു. മറ്റൊരു ബൂം ഉണ്ടായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം, ഏതാണ്ട് ഒരു സെമി ഇൻഡിപെൻഡന്റ് ഇക്കോണമി നമ്മുടെ ഗ്രാമങ്ങളിലുണ്ട്. അതായത് പുറത്തുനിന്നൊന്നും വന്നില്ലെങ്കിലും, പുറത്തുനിന്നൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും, പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ വളങ്ങളോ അതൊക്കെ അല്ലാതെ വേറെ സാധനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ആളുകൾ പട്ടിണി കിടക്കില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അവരവരുടെ ഗ്രാമങ്ങളിൽ അവർ ഉണ്ടാക്കുകയും അത് അവർ അങ്ങോട്ടും കൊണ്ട് ക്രൈവൊക്കെ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും ജീവിക്കാൻ കഴിയുന്നവരായിരുന്നു ഇന്ത്യൻ ഗ്രാമീണ ജനത. അതുകൊണ്ടാണ് റിസഷനെ നമുക്ക് അന്ന് ഒരു പരിധി വരെയൊക്കെ അതിജീവിക്കാൻ പറ്റിയത്. കേരളം അതിൽ നിന്നൊക്കെ വളരെ പുറത്തേടിപ്പോയി. കേരളം ആ റേഞ്ചിൽ നിന്നൊക്കെ അങ്ങ് പുറത്തു പോയിട്ട് നമ്മുടെ മുഴുവൻ സംഗതികളും ബാങ്കിലൂടെ ആയിരുന്നു. നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന പണത്തിലായിരുന്നു നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്ക് വരുന്ന പണത്തിലാണ് ആശ്രയം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പൊളച്ചു. ഇപ്പൊ ഇവിടെ പൊളയ്ക്കാൻ മേലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് രാജ്യം വിട്ട് പുറത്തു പോയി തൊഴിലെടുക്കാൻ. അതായത് ഒരു സ്വയം പര്യാപ്തത എന്ന നിലയിലേക്ക് കേരള സമൂഹം വളർന്നിട്ടില്ല. വളരെ പ്രസക്തമായ നിരീക്ഷണമാണ്. തീർച്ചയായും കേരളത്തിലെ ഭരണകൂടം മാതൃകയാക്കേണ്ട ഒരു തമിഴ്നാട് മോഡലിനെ കുറിച്ചാണ് ഡോക്ടർ ജോസൂട്ടി ഒഴികയിൽ പങ്കുവച്ചത്. ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, നമ്മൾ ഈ സാമ്പത്തിക മാനേജ്മെന്റിനെ കുറിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും നാം പരാമർശിക്കേണ്ട രാജ്യമാണ് ശ്രീലങ്ക. വളരെയധികം രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെ, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ ആ രാജ്യം നിലവിൽ കടന്നു പോവുകയാണ്. അങ്ങ് നേരത്തെ തുടക്കത്തിൽ ചില പോയിന്റുകൾ സൂചിപ്പിക്കുകയുണ്ടായി. കുറച്ചുകൂടി വിശദമായി ഈ ശ്രീലങ്കയിൽ സംഭവിച്ച ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് കേരളത്തിന് നൽകുന്ന പാഠങ്ങൾ എന്തെല്ലാമാണ്? ഡോക്ടർ കൊച്ചുറാണി ജോസഫ്. ശ്രീലങ്ക ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമിയാണ്, ഒരു സ്വതന്ത്ര വിനിമയം. അവിടുത്തെ ഉൽപാദനവും സപ്ലൈയും ഡിമാൻഡും ഒക്കെയാണ് ഒരു എക്കോണമി. അതൊരു
ഐലൻഡ് എക്കോണമിയാണ്, ഒരു ഐസൊലേറ്റഡ് ആണ്. കേരളവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ സാറ് പറഞ്ഞതുപോലെ, ദേവപ്രസാദ് സാർ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഫെഡറൽ സെറ്റപ്പാണ് ഉള്ളത്. ഫെഡറൽ സെറ്റപ്പാണ്. ഒരു ഫെഡറൽ സെറ്റപ്പിലുള്ള പണത്തിന്റെ ക്രയവിക്രയങ്ങള്, പ്രത്യേകിച്ച് ടാക്സ് സമാഹരിക്കുന്നത്, ടാക്സ് വിനിയോഗിക്കുന്നത്, അതിന്റെ വികേന്ദ്രീകരണം, അതിന്റെ അലോക്കേഷൻ, ഇതൊക്കെ വ്യത്യാസമുണ്ട്. ശ്രീലങ്കയ്ക്ക് പറ്റിപ്പോയ ഒന്ന് രണ്ട്, ശ്രീലങ്ക വളരെയധികം ഒരുപക്ഷെ ഒരു അപ്പർ മിഡിൽ ഇൻകം എക്കോണമി എന്ന് വിളിക്കാവുന്നതിൽ നിന്ന് താഴോട്ട് പോയതിന്റെ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ കോവിഡ് സൃഷ്ടിച്ച ആഘാതം, രണ്ട് അവരുടെ ടൂറിസത്തെ ബാധിച്ചു. അവിടെ നടന്ന സ്ഫോടനമൊക്കെ, ഈസ്റ്റർ ദിനത്തിൽ നടന്ന സ്ഫോടനം ഉൾപ്പെടെ ടൂറിസത്തെ ബാധിച്ചു. 3, അവര് ജൈവ ഉൽപാദനത്തിലേക്ക് പെട്ടെന്ന് കുതിച്ചുചാടി എന്നുള്ളതാണ്. സ്ലോ ആയിട്ട് പതുക്കെ പോയിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. പെട്ടെന്ന് കുതിച്ചുചാടിയപ്പോൾ എന്താ പറ്റിയെന്നറിയാമോ? ഉൽപാദനം അങ്ങ് കുറഞ്ഞു. ഉൽപാദനം കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ GDP, ആഭ്യന്തര ഉൽപാദനത്തോടുള്ള ഡെപ്റ്റുമായിട്ടുള്ള അനുപാതം പതുക്കെ കൂടി. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു 2019 അത് 86.9%, 2020 ആയപ്പോൾ അത് 100.6%, 2021 ആയപ്പോൾ അത് 105.6%. ഇങ്ങനെ ഡെപ്റ്റ് ടു GDP ഞാൻ പറയുന്നത്. കടം പതുക്കെ ഉൽപാദനത്തെക്കാളും കൂടി വരാൻ തുടങ്ങി. കടം അതിനാൽ തന്നെ തെറ്റൊന്നുമല്ല കേട്ടോ. കടം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. കടം വളരെ ഉൽപാദനകരമായ കാര്യങ്ങൾക്ക് വേണ്ടി, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട്, സംരംഭങ്ങൾ ഉണ്ടാക്കാനായിട്ട് കടം. ഒരാൾക്ക് 100 രൂപ കടമുണ്ടെന്നും, ഒരാൾ 1000 രൂപ കടമുണ്ടെന്നും, ഒരാൾ 10,000 കടം, ഒരാൾ 10 ലക്ഷം കടമുണ്ടെന്നും, ഒരാൾ 10 കോടി കടമുണ്ടെന്നും ഒക്കെ പറയുമ്പോൾ ആ കടവും ആസ്തിയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ആ കടത്തെ വലിയ കുഴപ്പമില്ല. കടവും ആസ്തിയും. അപ്പൊ നമ്മൾ പറയും കടം എടുക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ കടത്തിൽ ജനിച്ച്, കടത്തിൽ ജീവിച്ച്, കടത്തിൽ മരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ശ്രീലങ്കൻ എക്കോണമിയുടെ കടം ഇങ്ങനെ പതുക്കെ കുമിഞ്ഞു കൂടാൻ തുടങ്ങി എന്നുള്ളതാണ്. അവിടെ IMF ഇടപെട്ടു, വേൾഡ് ബാങ്ക് ഇടപെട്ടു, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവരും നോക്കി. പതുക്കെ എന്താ പറ്റിയത്? ഒരു എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അല്ലെ, അത്യാവശ്യമുള്ള കുക്കിംഗ് ഗ്യാസ്, പെട്രോൾ, അത്യാവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യം നേരിട്ടു എന്നുള്ളതാണ്. അത്യാവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യം നേരിട്ടപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ലഹളയും ബഹളവും എല്ലാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പം ഈ ശ്രീലങ്കയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് തോന്നുന്നു കഴിഞ്ഞാൽ, കടം എന്തിനുപയോഗിക്കും, ഉൽപാദനം കുറയുകയാണോ കൂടുകയാണോ, കടവും ഉൽപാദനവും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ്, പ്രമുഖ സ്രോതസ്സുകളായിട്ടുള്ള ടൂറിസമോ, നമ്മുടെ ഇവിടുത്തെ കൃഷിയോ കാർഷിക മേഖലയോ ഒക്കെ, നേരത്തെ പറഞ്ഞ കാർഷിക മേഖലയൊക്കെ നെഗ്ലക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇൻ ദ ലോങ് റൺ ആത്യന്തികമായിട്ട് നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം ഡോക്ടർ കുഞ്ഞാണി ജോസഫ്, ഒരു കാര്യം കൂടി, ഈ ഭരണകൂടത്തിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ ചില പോളിസികൾ കൂടി ഇതിന് കാരണമായിട്ടില്ലേ? കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുന്നു, ഇൻകം ടാക്സ് സ്ലാബിൽ നിന്ന് കുറെ പേര്. ഈ ടാക്സ് കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വരുമാനം കുറഞ്ഞില്ലേ? ചിലർ പറയും ടാക്സ് കൂടുതലാണ്, ഭയങ്കരമാണ്. ഈ ടാക്സ് കുറയ്ക്കുമ്പോൾ ഗവൺമെന്റ് റവന്യൂ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിനെ അത് ബാധിച്ചു. എക്സ്പെൻഡിനെ വായിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷനെ ബാധിച്ചു. അപ്പൊ ചില പോളിസികൾ, ചില ക്രിറ്റിക്കൽ മൊമെന്റിൽ എടുക്കുന്ന പോളിസികൾ, ചില നിർണായക നിമിഷങ്ങളിൽ എടുക്കുന്ന പോളിസികൾ ദോഷകരമാകുന്നു എന്നുള്ളതാണ് നമ്മളവിടെ കണ്ടത്. ആ സമയത്തുള്ള പോളിസികൾ, ഒരു മാക്രോ എക്കണോമിക് പോളിസികൾ എടുക്കേണ്ട സമയത്ത് എടുത്ത പോളിസികളെല്ലാം ഒരു ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയും, মানে കുതിരച്ചാട്ടം പോലെ ഉള്ള ഇൻഫ്ലേഷൻ. ഈ ഒരു ആദ്യം സ്റ്റാഗ്ഫ്ലേഷൻ ആയിരുന്നു. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് ഞങ്ങൾ എക്കണോമിക്സിൽ പറയുന്നത് ഒരു വശത്തു കൂടി കുതിച്ചുയരുന്ന വിലക്കയറ്റവും കുതിച്ചുയരുന്ന അൺഎംപ്ലോയ്മെന്റും, അതെല്ലാം മറികടന്നിട്ട് ഒരു ഗാലപ്പിംഗ്, പിടിച്ച കിട്ടാത്ത വിധത്തിലുള്ള ഒരു വിലക്കയറ്റത്തിലേക്ക് അങ്ങോട്ട് പോയി. അത് പോളിസിയിൽ വന്ന ഈ കടം കയറിയ സ്വകാര്യ വ്യക്തികൾ പറയാറുണ്ടല്ലോ, സ്വകാര്യ വ്യക്തികൾ നമ്മുടെ ഒക്കെ ഇങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ വന്നേച്ചും പറയും, കടത്തിന്റെ ആദ്യത്തെ സ്റ്റേജിൽ ഇത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, ഒരു ചെട്ടി പിടിച്ച് മറ്റേ ചെട്ടിക്ക് അടച്ച്, ഈ വലിയൊരു ലോൺ എടുത്ത് ചെറിയ ലോൺ ക്ലോസ് ചെയ്ത്, ഇങ്ങനെയൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ ഒരു സ്റ്റേജ് എത്തും, ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നില്ല. അപ്പോഴാണ് അവർ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതും പുറപ്പെട്ടു പോകുന്ന ആത്മഹത്യക്കൊക്കെ പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ എക്കോണമി ഒരു സ്റ്റേജിലെത്തി, പോളിസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി പ്രൊഡക്ഷനെ വളർത്താൻ പറ്റുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറ്റിയത്? അവരുടെ ട്രേഡിനെ ബാധിച്ചു, പ്രത്യേകിച്ച് ഫോറിൻ ട്രേഡിനെ ബാധിച്ചു. നമ്മളൊക്കെ പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. ആഗോള സാമ്പത്തിക മാന്ദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ട്രേഡിന്റെ, എക്സ്പോർട്ട് സെക്ടറിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇവിടുന്ന് വരുന്ന, പുറത്തുനിന്ന് വരുന്ന, വിദേശത്ത് വരുന്ന പണത്തിന്റെ കുറവ് വരും, ജനം തിരിച്ചു വരുന്ന ജനത്തെ പുനരധിവസിപ്പിക്കുന്നത് എങ്ങനെ തൊഴിൽ കൊടുക്കും, എങ്ങനെ അവർ താമസിപ്പിക്കും? മാത്രവുമല്ല, നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപാദന വസ്തുക്കൾക്ക് വിദേശ വിപണി പോവുകയാണ്.
വിദേശ വിപണി പോകുന്നെന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് കുറഞ്ഞു. എക്സ്പോർട്ട് കുറയുമ്പോൾ ഇമ്പോർട്ട് കൂടുകയും എക്സ്പോർട്ട് കുറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയും, രാജ്യങ്ങൾ തമ്മിലുള്ള അത് താളം തെറ്റുന്നു. അതിന് നമ്മൾ പറയും അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നാണ് എക്കണോമിക്സിൽ പറയുന്നത്. അസന്തുലിതമായ ഈ ഒരു വിപണി, ആ വിപണിയൊക്കെ ഇതൊരു സ്പാർക്കാണല്ലോ. ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടാതെ വരും. അതുകൊണ്ടാണ് നമുക്ക് വിവേകം വേണം, വിജ്ഞാനം വേണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതോടൊപ്പം ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ഈ അങ്ങനെ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചു ഈ വിദേശത്തു നിന്ന് നാട്ടിലേക്കുള്ള ഈ പ്രവാസികളുടെ ഒരു ഒഴുക്ക്. ഒരു തരത്തിൽ നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിലും കേരളവും അത്തരത്തിലൊരു അവസ്ഥ ഫേസ് ചെയ്തില്ലേ? പ്രത്യേകിച്ച് ഇവിടെ തിരിച്ചു വരുന്നവർക്ക് അവർ കൃത്യമായ രീതിയിൽ ഒരു തൊഴിൽ കൊടുക്കാൻ സാധിക്കാതെ, സർക്കാരിന് സാധിക്കാതെ പോകുന്നു. കൃത്യമായ രീതിയിലുള്ള ഒരു പുനരധിവാസം കേരളത്തിനും നൽകാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ. അതിന്റെ ഒരു ചെറിയൊരു ഫേസ് കേരളവും ആ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്തതല്ലേ? തീർച്ചയായും കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് പ്രവാസികളുടെ ഒരു ഗ്രൂപ്പിനെ അഡ്രസ് ചെയ്യേണ്ടി വന്നു. ഞാൻ വളരെ കുറച്ചു പേരൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച പോലെ സെക്കൻഡ് ഇന്നിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ പോയത്. അവർക്ക് എങ്ങനെ രണ്ടാം മുഴ എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റും. എനിക്ക് അവർ തന്നിരിക്കുന്ന ടൈറ്റിൽ അതായിരുന്നു, പ്രസംഗിക്കാൻ തന്ന ടൈറ്റിൽ സെക്കൻഡ് ഇന്നിങ്സ് എന്നൊക്കെ ആയിരുന്നു. ഞാൻ കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ വെച്ചു. പക്ഷെ ആ ഓഡിറ്റോറിയം ഹാള് നിറഞ്ഞ് ഈ കോവിഡ് കാലത്ത് തിരിച്ചു വന്നവരാണ്, എന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാത്തവരാണ്. അവരുടെ ഒരു ഡിസ്ട്രിക്ട് കോട്ടയത്ത് അത്രയുമാണെങ്കിൽ നമ്മൾ ഒരു ഓൾ കേരള തലത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ ഓർത്ത്. ഇവരെയൊക്കെ പുനരധിവസിപ്പിക്കുക, അവർക്ക് അവരുടെ മാത്രമല്ല അവർ ജീവിച്ചിരുന്ന ഒരു നിലവാരമുണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നിന്ന് താഴോട്ട് പെട്ടെന്ന് പോരാൻ പറ്റത്തില്ല നമുക്ക് ആളുകൾക്ക്. അപ്പോൾ അവർക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവര് ഉള്ളതിനെ വിൽക്കാൻ തുടങ്ങും. വിൽക്കുമ്പോൾ കിട്ടണ വിലയ്ക്ക്, വെട്ട വിലയ്ക്ക് വിറ്റ് തീർക്കുക എന്നുള്ള ഒരു പോളിസിയിലോട്ടൊക്കെ അവർ വരും. ഞാൻ മലബാറിലോട്ടൊക്കെ പോയപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിട്ട് എനിക്ക് തോന്നിയേ. അതായത് പണ്ട് കാർണവന്മാരായിട്ട് മലബാറിൽ പോയിട്ട് ഏക്കറുകൾ ഉണ്ടാക്കി കൃഷി ചെയ്ത് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് അവിടെ റബ്ബറായിട്ട് കമുകായിട്ട് ഒക്കെ ആയിട്ട് വെച്ച് പിടിപ്പിച്ച് മക്കൾ ആരും അവിടെയെങ്കിലും ഇല്ല. എന്നിട്ട് പ്രായമായ അപ്പനും അമ്മയ്ക്കും ഇതൊന്നും നോക്കി നടത്താനുള്ള അവസ്ഥയുമില്ല. അവർ റോഡ് സൈഡിൽ ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചിട്ട് റോഡ് സൈഡിൽ താമസിക്കുകയാണ്. ആശുപത്രി പോകാനുള്ള സൗകര്യങ്ങൾ, ദേവാലയങ്ങളിൽ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കി താമസിക്കുകയാണ്. വല്ലപ്പോഴും വീണ് കിടക്കുന്ന തേങ്ങ വെറുക്കാൻ അവർ പോകുന്നു എന്നല്ലാണ്ട് ആദായം മുഴുവൻ വെറുതെ പോകുന്നു. പിന്നെ വന്യജീവി ശല്യങ്ങളും എല്ലാം കൂടി വന്നുകൊണ്ട് ചങ്ക് പൊട്ടിയാണ് നമ്മുടെ മുമ്പിൽ അവരിൽ നിന്ന് കരയുന്നത്. ഒരാൾ പറഞ്ഞ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പിള്ളേരെ പഠിപ്പിക്കണ്ടായിരുന്നു, പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ ഇവിടെ ഇല്ലാണ്ടായി പോയെന്ന്, പഠിപ്പിക്കണ്ടായിരുന്നു എന്ന് വരെ പറയുകയാണ്. അത്രയും ദയനീയമാണ് അവരുടെ അവസ്ഥ. ഇതൊക്കെ ഈ നമ്മൾ ചിന്തിക്കേണ്ട, ആഗോള സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ ഈ അവസ്ഥയൊക്കെ കുറച്ചുകൂടി ദയനീയമായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ വരുന്നവർ ഈ കൃഷിഭൂമി ഇടത്തിലേക്ക് ഇവരെയൊക്കെ നയിക്കാൻ തക്കവിധത്തിൽ നേരത്തെ തമിഴ്നാടിന്റെ കാര്യം പറഞ്ഞ പോലെ പോളിസി മേക്കിംഗ് ഒക്കെ ഉണ്ടായില്ലെങ്കിൽ, ഞാൻ പറയുന്നത് ഇവിടെ സംഭവിക്കാൻ പോകുന്ന നെഗറ്റീവായിട്ട് ചിന്തിപ്പിക്കുകയോ ചെയ്യുന്നതല്ല, പക്ഷെ നമ്മൾ എക്യുപ്ഡ് ആവുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യം വരുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കണ്ട കേട്ടോ. പക്ഷെ ഒരു വാണിംഗ് ആണ്, അതൊരു വാണിംഗ് ആണ്. ഉൽപാദനത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഉപഭോഗത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ, പോളിസിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ, വേൾഡ് ബാങ്ക് വാണിംഗ് തരികയാണ്. കടത്തിന്റെ വിനിയോഗത്തിൽ, കടം എന്തിനു ഉപയോഗിക്കുന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ, മാക്രോ എക്കണോമിക് പോളിസി സർക്കാർ നയത്തിൽ വിവേകം ഉണ്ടായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു ഉൾവിളിയാണത്. അപ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങി നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ഫിനാൻസിങ്, ഫാമിലി ഫിനാൻസിങ് സംവിധാനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസിങ് ഒക്കെ ബാലൻസ്ഡ് ആക്കി കൊണ്ടുപോകാനുള്ള ഒരു ഉൾവിളിയാണത്. അത് കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്കയ്ക്ക് പറ്റിപ്പോയത് ഈ ഉൾവിളികളെ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. മനസ്സിലാക്കിയാൽ തന്നെ അതിന് റെമഡീസ്, അതിന് സൊല്യൂഷൻസ്, അതിന് പരിഹാരങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വിധം കൈവിട്ടുപോയി കാര്യങ്ങൾ. അങ്ങനെ കൈവിട്ടു പോകുന്നതിന് മുമ്പ് നമ്മൾ പറയത്തില്ല, ചില ഒരു സെന്റൻസിങ്ങനെ പറയാണല്ലോ, വിവരമുള്ളവർ മറ്റുള്ളവരുടെ അനുഭവം കണ്ടുപഠിക്കും, അല്ലാത്തവർ കൊണ്ടുപഠിക്കും എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മൾ കണ്ടുപഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ കണ്ടുപഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളർന്ന് കയറാൻ സാധിക്കുമെന്നുള്ളത്. നമ്മളെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകാതെ പോസിറ്റീവായിട്ട് എനിക്ക് ഇവിടെ എന്ത് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും, എങ്ങനെ എനിക്ക് എക്കോണമിക്കായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് തമിഴ്നാട്ടിലൊക്കെ എല്ലാവർക്കും തൊഴിലുണ്ടെന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവർ കൃഷികളൊക്കെ ചെയ്യുന്ന കർഷകരെ സംരക്ഷിക്കുന്നു. അത് നമ്മൾ ഹൈദരാബാദിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക, എല്ലാ വീട്ടിലും ഒരു ചെറുകിട കുടിൽ വ്യവസായമുണ്ട്. എല്ലാ വീട്ടിലും സീരിയൽ കണ്ടോ അല്ലെ സിനിമ കണ്ടോ എന്നിരിക്കാൻ എല്ലാവർക്കും നേരമൊന്നുമില്ല. എല്ലാവർക്കും എന്തെങ്കിലും ഒരു തൊഴിലുണ്ട് വീട്ടിൽ ചെയ്തു തീർക്കാൻ. ആ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കുക. ഇതിനെ നമ്മൾ എന്റർപ്രണർഷിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സംരംഭകത്വം, ചെറുതായിട്ടുള്ള സംരംഭകര്, വലിയ മെഗാ സംരംഭകര്, ചെറുതായിട്ട് തുടങ്ങി വലുതാകുന്നതാണ്, വലുതായിട്ട് തുടങ്ങിയിട്ട് ഇല്ലാതാകുന്നതിനേക്കാളും ഭേദം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്, ഫേസ് ചെയ്യുക ദ റിയാലിറ്റിയെ. വളരെ വളരെ വ്യക്തം, വളരെ പ്രസക്തമായ
നിരീക്ഷണങ്ങളാണ് ഡോക്ടർ കൊച്ചുറാണി ജോസഫ് പങ്കുവച്ചത്. ശ്രീ ടി ദേവപ്രസാദ്, നമ്മളെ ചർച്ചയുടെ ഈ ഒരു ഘട്ടം വരെ ഉയർന്നു വന്ന ആശങ്കകളാണ് നമ്മുടെ കേരളത്തിലെ സമൂഹം, പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക മേഖലയിൽ വളരെ ഗുരുതരമായ ഒരു വഴികളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടക്കണി കൂടുന്നു, സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള കൂട്ട ആത്മഹത്യകൾ, ബിസിനസ് മേഖല മുരടിച്ചു പോകുന്നു. പക്ഷേ എന്നിട്ടും ജനത്തിന്റെ ഒരു ശ്രദ്ധ പല സെൻസേഷണൽ ആയിട്ടുള്ള വാർത്തകളിൽ മാത്രം ഒതുക്കപ്പെടുന്നു. നമുക്കറിയാം, ഈ സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്യണം, അഴിമതി ചർച്ച ചെയ്യണം, പീഡന കേസുകൾ ചർച്ച ചെയ്യണം. പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒരു മീഡിയ അറ്റൻഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇന്ന് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പ്രസ്താവന ഇറക്കിയാൽ ഇന്ന് അതൊരു വാർത്തയായി, പിറ്റേ ദിവസം വേറെ ആരെങ്കിലും പ്രസ്താവന ഇറക്കിയാൽ അത് വാർത്ത. പക്ഷേ ഈ ഒരു ലോങ് ടേം ആയി ഒരു മൊത്തത്തിൽ ജനം ഫേസ് ചെയ്യുന്ന ഇത്തരം വിഷയങ്ങളെ പറ്റി ഒരു കാതലായിട്ടുള്ള രീതിയിലുള്ള ഒരു ചർച്ചകൾ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്ന രീതിയിൽ ഒരു മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പലപ്പോഴും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ വേണ്ടത്ര ഒരു ശ്രദ്ധ ആ ഒരു വിഷയത്തിൽ വരുന്നില്ല. ഇതൊരു പരിതാപകരമായ ഒരു അവസ്ഥയല്ലേ? ഇതിന് തീർച്ചയായും ഒരു മാറ്റം വരേണ്ടതല്ലേ ശ്രീ ടി ദേവപ്രസാദ്? നമ്മുടെ സമൂഹത്തിന്റെ ഒരു സ്വഭാവം അതായിരിക്കുകയാണ്. ഒരു അഡ്ഹോക്കിസം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഇപ്പോഴത്തെ തക്കാലം എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്ത് രക്ഷപ്പെട്ടു പോവുക. പിന്നെ ജനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നാടിനെ കുറിച്ച്, നാടിന്റെ ഭാവിയെ കുറിച്ചൊക്കെ ദീർഘവീക്ഷണമുള്ള എത്ര നേതാക്കന്മാരും അല്ലെങ്കിൽ എത്ര ഈ ഞാനിപ്പോ ഒരു എക്സ് ഓർ വൈ എന്നുള്ള പറയുമല്ല, എത്ര പേരുണ്ട്, എത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് പഴയ തലമുറയിലെ നേതാക്കന്മാരെയൊക്കെ എടുത്ത് എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ജനങ്ങൾ നന്നാവണം, നാട് നന്നാവണം എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ്. ഇതിപ്പം ഈ രാഷ്ട്രീയ പക്ഷേ പറയല്ലേ, സ്റ്റേറ്റ്സ്മാൻ തിങ്സ് അബൌട്ട് ദി ഫ്യൂച്ചർ ഓഫ് ദി കൺട്രി, ഈ പൊളിറ്റീഷ്യൻ തിങ്സ് അബൌട്ട് ദി വോട്ടർ. അതൊക്കെ രാഷ്ട്രീയക്കാരൻ അവന്റെ വോട്ടിന്റെ പ്രശ്നമാണ്. അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ലാതെ, അത് ഇപ്പൊ നമ്മൾ ശ്രീലങ്കയുടെ കാര്യം പറഞ്ഞപ്പോ കൊച്ചുറാണി കുറച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞില്ലേ. അതിനകത്ത് പറഞ്ഞ ഒരു പക്ഷേ പുള്ളിക്കാരത്തി മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചാൽ ഈ രാജപക്ഷെ കുടുംബം എന്ന് പറയുന്നവർ അവിടെ കാണിച്ചിരിക്കുന്ന അഴിമതി, അവരുണ്ടാക്കിയിരിക്കുന്ന വിമാനത്താവളങ്ങൾ, അവരുണ്ടാക്കിയ തുറമുഖങ്ങൾ വെറുതെ കിടക്കാണ്. കടം മേടിക്കുന്നത് തെറ്റല്ല എന്നുള്ളത് ഗുജറാണി പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ ഗുജറാണി തന്നെ പറഞ്ഞില്ലേ, കടം മേടിച്ചിട്ട് എന്തിനു ഉപയോഗിക്കുന്നു? റിട്ടേൺ ഇല്ലാതെ തന്നെ ഉപയോഗിച്ചു. ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ദിവസം നമ്മൾ കടം മേടിച്ച് ശമ്പളം കൊടുക്കുക, അതിനെന്താ റിട്ടേൺ ഇരിക്കുന്നത്? ഇപ്പൊ നമ്മളിപ്പം കിഫ്ബി കടം എടുത്തിട്ട് സ്കൂൾ കെട്ടുന്നു, എന്താ റിട്ടേൺ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റാതെ? ഏതായാലും തിരിച്ചടയ്ക്കേണ്ട കാലത്ത് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. സ്കൂൾ ഫീസ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പൊ നമ്മൾ ഈ കടം എടുത്തിട്ട് വിനിയോഗിക്കുന്നത് എന്തിനാന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ തക്കാലം എനിക്ക് വോട്ട് കിട്ടും, അല്ലെങ്കിൽ ആ MLA-ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും, അതിനുവേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു ഗൗരവതരമായ ചിന്തയുള്ളതായിട്ട് എനിക്ക് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒന്നാമത് നമ്മളത് ഈ സത്യസന്ധമായ നേതൃത്വം, പിന്നെ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ഭയങ്കര പണച്ചെലവുള്ള ഏർപ്പാടായി. എനിക്കിത് വാട്ട് ഐ ക്യാൻ മേക്ക് ഔട്ട് ഓഫ് ഇറ്റ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ഡീസെൻട്രലൈസേഷൻ രാജീവ് ഗാന്ധിയുടെ ഒരു വലിയ സ്വപ്നമായിട്ട് കൊണ്ടുവന്ന ഡീസെൻട്രലൈസേഷൻ, അഴിമതി മാറ്റാൻ, താഴത്തെ ലെവലിലെങ്കിലും മാറ്റാം എന്നുള്ള. ഇപ്പൊ മുമ്പ് ജോസ് സംസാരിച്ച പറഞ്ഞില്ലേ, ഒരു 1000 രൂപ കൊടുത്ത 950 രൂപയെങ്കിലും തമിഴിലെത്തുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ രാജീവ് ഗാന്ധിയുടെ ഒരു സ്വപ്നം അതായിരുന്നു. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പറെ അറിയാം, പഞ്ചായത്ത് നടക്കുന്ന പണിയുടെ 10% അയാൾ മേടിക്കുന്നുണ്ടോ? കോൺട്രാക്ടർമാർ നടത്തുന്ന പരിപാടിയുടെ അത് അങ്ങനെ അങ്ങോട്ട് അത് ഇപ്പൊ അതായത് അഴിമതി എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മീഷൻ മേടിക്കാന്നുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് നോമായി മാറിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് എന്താ, അതെല്ലാം കൂടെ കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള ജനങ്ങൾക്ക് എങ്കിൽ പോലും ഇത് നടക്കണമെന്നാണ് ഇപ്പൊ ജനങ്ങളുടെ ഒരു താല്പര്യം വന്നിരിക്കുന്നത്. അപ്പൊ ഈ സത്യസന്ധത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുജീവിതത്തിൽ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. പിന്നെ തൊഴിൽ ചെയ്യാതെ ജീവിക്കാൻ അല്ലെങ്കിൽ എങ്ങനെ ബാക്കിയുള്ളവരെ കളിപ്പിച്ച് ജീവിക്കാം. ഇപ്പൊ അത് രാഷ്ട്രീയ നേതാക്കളുടെ മാത്രമല്ല, എല്ലാവരുടെയും ഒരു ജീവിത ശൈലിയിൽ ഒരു കാഴ്ചപ്പാടിൽ ഇതാണ്. ഇപ്പം പിന്നെ എന്താ നമ്മൾ പലതും ചിന്തിച്ചു നോക്കിയാല് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച കർഷകൻ ഒരു പെൻഷൻ കൊടുക്കുന്ന വരുമ്പോഴത്തേനും സാമ്പത്തിക വിദഗ്ധന്മാർക്കെല്ലാം ഭയങ്കര തടസ്സങ്ങളാണ്. നേരെ മറിച്ച് ജീവിതകാലത്ത് മുഴുവൻ ഒരുമാതിരി ഒരു വൈറ്റ് കോളർ ജോലിയൊക്കെ ചെയ്ത് ഭയങ്കര ശമ്പളമൊക്കെ മേടിച്ച് ജീവിച്ചവർക്ക് ഇപ്പോഴും ലക്ഷങ്ങൾ ശമ്പളവും പെൻഷൻ കൊടുക്കുന്നതിന് ആർക്കും ഒരു തടസ്സമില്ല. പക്ഷെ ഈ ജീവിതകാലം മുഴുവൻ അവരധ്വാനിച്ച് അവർക്ക് വേണ്ടി, ഇവരധ്വാനിച്ചുകൊണ്ട് ആർക്ക് വേണ്ടിയായിരുന്നു? ഇപ്പൊ സർക്കാർ ജീവനക്കാരുടെ പിടിച്ചു വെച്ച ശമ്പളം എന്ന് പറയും ഈ പെൻഷനെ കുറിച്ച്. ഞാൻ ചോദിക്കും, നമ്മുടെ സർക്കാരിലെ ഒരു പിയൂണിന് കിട്ടുന്ന ശമ്പളം 30,000 രൂപ മുതലാണ് അവരുടെ സ്കെയില്. അതിൽ കൂടുതൽ ശമ്പളം ഒരു പിയൂണിന് എങ്ങനെ എവിടെ കിട്ടുമെന്ന് എന്താ അതിനകത്ത് പിടിച്ചു വെച്ച ശമ്പളമാണ്? അപ്പൊ ഈ പെൻഷൻ പോലെയുള്ള സിസ്റ്റംസ് വേണ്ടതല്ലെന്നല്ല, വേണം. പക്ഷെ ആ പെൻഷനുള്ള സിസ്റ്റംസ് ഒക്കെ ക്രമീകരിക്കണം. നമുക്ക് ഇതിനൊക്കെ ഉള്ള പ്രാപ്തി ഉണ്ടോ നമ്മുടെ രാജ്യത്ത്? നികുതി മേടിക്കുക, കൊച്ചുറാണി ചൂണ്ടിക്കാണിച്ച പോലെ കടം എടുത്ത്, ഇപ്പൊ ആ വീട്ടുകാരന്റെ കാര്യം പറഞ്ഞില്ലേ, കടം എടുത്തിട്ട് കടം മേടിച്ചത് കൊടുക്കുക. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഈ വലിയ സർവീസ് സംഘടന മേഖലകളിലൊക്കെ എനിക്ക് കൊച്ചുറാണിയുടെ സംഘടനയൊന്നും എനിക്കറിയില്ല, പക്ഷേ ട്രേഡ് യൂണിയൻ സംഘടനകളായിട്ടുള്ള നമ്മുടെ ബന്ധം, അവർക്ക് വലിയ
പിന്നെ അവർക്ക് സ്വപ്നം കാണാൻ പോലും ആകാത്ത ബോണസ് ഒക്കെ ഗവൺമെന്റിൽ നിന്ന് മേടിച്ചു കൊടുക്കും, സർക്കാരും ട്രേഡ് യൂണിയൻ കൊടുക്കും. എന്നിട്ട് അതിന്റെ കമ്മീഷനൊക്കെ സംഘടനകൾ മേടിച്ചുകൊണ്ട് പോകും, നേതാക്കന്മാരും കൊണ്ടുപോകും, പാർട്ടി കൊണ്ടുപോകും. അങ്ങനെയൊക്കെയുള്ള ചില കച്ചവടങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ കേരളത്തിൽ. എല്ലായിടത്തും ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട് മുടിഞ്ഞു. ഇപ്പൊ KSRTCയുടെ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നാരായണക്കുറുപ്പ് സാർ മന്ത്രിയായിരുന്നപ്പം പിന്നെ സ്റ്റാഫ് റേഷ്യോ ഒരു വണ്ടിക്ക് 11.3 ജീവനക്കാർ വരെ ആക്കി. അത് സംഘടനകൾ സമരം ചെയ്ത് മേടിച്ചതാ. സംഘടന സമരം ചെയ്ത് മേടിച്ചപ്പോ എങ്ങനെ മുമ്പോട്ട് പോയ ഒരു 13 ജീവനക്കാർ വെച്ച് അത് കുറച്ച് കൊണ്ടിരുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെ നമ്മൾ അതായത് നാടെങ്ങനെ നന്നാണ്, എനിക്കും നന്നാണ്, എനിക്ക് കാശുണ്ടാവണം, എനിക്ക് അധ്വാനിക്കാതെ ജീവിക്കണം. അതൊന്ന് വളർന്നു വന്നു. ഇപ്പൊ ഒരുപക്ഷെ റബ്ബർ വന്നപ്പോഴത്തേക്കും റബ്ബറിനെ കുറിച്ച് ലേസി അഗ്രികൾച്ചർ എന്നൊക്കെ അല്ലെ, ലേസി അഗ്രികൾച്ചർ എന്ന് ഇംഗ്ലീഷ് എക്കണോമിക്സിൽ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അഗ്രികൾച്ചർ മണ്ണിൽ കുരിഞ്ഞു പണി. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പം കൃഷ്ണാണി പറഞ്ഞ ഒരു വലിയ കാരണന്മാർ പറഞ്ഞ ഒരു സങ്കടമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പഠിപ്പിക്കണം എന്നുള്ള വ്യത്യാസം കൊണ്ട് ഒരു മണ്ണിൽ ഒരു റോസ ചെടി കുഴിച്ചു വെക്കാൻ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഇതെല്ലാം അവിടെ തിരിച്ചു വന്നാൽ ഈ ഭൂമിയെല്ലാം ചേർത്തിട്ടു. ഇപ്പൊ മലബാറിനൊന്നും പോകണ്ട. എനിക്ക് തോന്നുന്നു സെൻട്രൽ ഈ ഭൂമി ഉള്ളിടത്തെല്ലാം മിക്കവാറും പാലാ പ്രദേശത്തൊക്കെ ഭൂമി വെറുതെ കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. പാലയൊന്നും വലിയ മലബാർ ഏറിയല്ലോ. അതുപോലെ റബ്ബർ തോട്ടങ്ങൾ വെറുതെ കിടക്കുന്നുണ്ട് വെട്ടാതെ. എന്റെ ഒരു സുഹൃത്ത് പറയുന്നത് 4 ഏക്കർ, എന്റെ ഒരു സുഹൃത്തല്ല ബന്ധുവും കൂടെയാണ്, 4 ഏക്കർ റബ്ബർ തോട്ടം വെട്ടാണ്. ഞാൻ വലിയ കാശുകാരെന്ന് പറയാനല്ല, അവര് കോളേജ് പ്രൊഫസറാണ്, അവര് നല്ല കുടുംബം, അവർ 4 ഏക്കർ റബ്ബർ തോട്ടം. അത് എറണാകുളം ജില്ലയിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി വന്നിരിക്കുന്നത്. പിള്ളേർക്ക് അതിനൊന്നും താല്പര്യമില്ല. പിള്ളേർക്ക് ഉള്ളത് ഈ കമ്പ്യൂട്ടർ വഴിയുള്ള ജോലികളൊക്കെ, അതിനൊക്കെ വലിയ റെമ്യൂണറേഷൻ കിട്ടും. കൃഷിക്കാരൻ റെമ്യൂണറേഷൻ ഉണ്ട്, ശമ്പളമുണ്ട്. ഇപ്പൊ നമ്മളൊരാളെ എൻഗേജ് ചെയ്താൽ നമ്മൾ 1000 രൂപ കൊടുക്കണം. നമ്മൾ പണിതാൽ തന്നെ കിട്ടും. ഒരു ദിവസം പണി ചെയ്താൽ നമുക്ക് 1000 രൂപ വെച്ചാൽ ഇവിടെ ആരും തരും ഇല്ല. അതിനുള്ള റിട്ടേൺ കൃഷി നിന്ന് കിട്ടത്തില്ല. അതാരും ഉറപ്പാക്കണം. ഇത്തരത്തിലുള്ള വിഷണറി ആയിട്ടുള്ള കാഴ്ചപ്പാട് നമ്മുടെ നാടിൽ ഇല്ല. നമ്മളിപ്പോ മാധ്യമങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾക്ക് അത് വിറ്റുപോകണമെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയാന്ന് പറയല്ല. അവർക്ക് വിറ്റുപോകണമെങ്കിൽ ഇന്നത്തെ നടിയുടെ പിന്നെ ഹാഷ് വാല്യൂ മാറിയതിന്റെ ചർച്ച വന്നാലേ ആൾക്കാർ ഇഷ്ടമുള്ള, അല്ലെ കൃഷി ഇതിപ്പോ നമ്മൾ ഈ സാമ്പത്തിക പ്രതിസന്ധി ആരെയെങ്കിലും കുറ്റം പറഞ്ഞു ചെയ്യാമെങ്കിൽ ചെയ്യും. അല്ലെങ്കിൽ സാമ്പത്തിക ആർക്ക് വേണം? നമ്മൾ ഈ പറഞ്ഞ പഴയ കാരണവന്മാരുടെ ഒരു ചൊല്ലുണ്ട്, ചക്കി കൂത്തും ഞാനുണ്ണും കിടന്നുറങ്ങുന്നു, അങ്ങനെ ഈ പറഞ്ഞ പോലെയൊക്കെ ഉള്ള ഒരു മനോഭാവത്തിലേക്കല്ലേ കേരളം ജനറലായിട്ട് വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഈ അവരുടെ ഈ IT സെക്ടർ എന്നൊക്കെയുള്ള അല്ലാതെ ഏതെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് ആളുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, പത്രപ്രവർത്തനത്തിൽ വളരെ കിട്ടാറുണ്ട്, വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ സാധാരണ പ്രിന്റ് മീഡിയയിലൊന്നും വലിയ ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പല പത്രങ്ങൾക്കും പിന്നെ ആരെങ്കിലുമൊക്കെ വെച്ചൊക്കെ സാധനം ഓടിപ്പോകുന്നുള്ളതാണ്. നമുക്ക് കുഞ്ഞുങ്ങളില്ല എന്നുള്ളൊരു പ്രശ്നം. ഇപ്പൊ ഈ നമ്മുടെ കുഞ്ഞുങ്ങളല്ല, ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സസിന്റെ ശക്തിയെ കുറിച്ച് പറയാം. നമുക്ക് ഒത്തിരി ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. ആ ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവറേജ് ഏജ് എത്രയായിരിക്കും? നമ്മൾ പ്രതിസന്ധികളിലേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ നമ്മൾ ഈ ഗുജറാത്തി തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ മലകളിലൊക്കെ പോയി ഒരു കാലത്ത് കൃഷി ചെയ്ത് അവർ ഉണ്ടാക്കിയ റബ്ബർ തോട്ടങ്ങൾ പലരുടെയും സഹായം തേടി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം ഫാസ്റ്റായിട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുക. മക്കളെ പിന്നെ ഇതിന് വേറൊരു വശമുണ്ട്. അവരെ ഇവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇപ്പം ഒരു 5 ഏക്കർ റബ്ബർ തോട്ടമുള്ളതിന് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതിന് വെട്ടുകൂലിയും മറ്റതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഒന്നും കാണത്തില്ല. പണ്ടൊക്കെ 5 ഏക്കർ റബ്ബർ എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു. എവിടെയൊക്കെയോ നമുക്ക് ഇതൊക്കെ ഗൗരവത്തോടെ ചിന്തിക്കുക, അതിനുവേണ്ടിയുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വില്ലേജ്, നമ്മുടെ തമിഴ്നാട്ടിലൊന്നും വില്ലേജുമായിട്ട് നമ്മുടെ വില്ലേജിനെ തുലനം ചെയ്യാൻ പറ്റില്ല. ഒരു സ്വയം പര്യാപ്തി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ട്. അതിപ്പോ അതില്ലല്ലോ. നമുക്ക് കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ടോ നമ്മുടെ സമൂഹത്തിൽ? ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനിയുടെ ഇടയ്ക്ക് മാത്രമല്ല, ആരുടെ ഇടയ്ക്കെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ പണ്ട് നമുക്കൊരു ഉത്സവം അല്ല ഒരു ആഘോഷം നടത്തുന്നു, അത് ഒരു കമ്മ്യൂണിറ്റി എഫർട്ടായിരുന്നു. ഇല്ലല്ലോ. ഒരു പരിപാടിക്കൊന്നും നമ്മൾ പെയ്ഡ് ആയിട്ട് ഒരു പന്തലിടാനൊന്നും നിങ്ങളുടെ ജോസിന്റെ എനിക്ക് അറിയത്തില്ല, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എവിടെയെങ്കിലും പന്തലിടാൻ കാശ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ അതിലല്ലോ, എല്ലാം പെയ്ഡാണ്, എല്ലാം മണിയാണ് പ്രധാനം. മണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. മണി എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കണക്ക് പറഞ്ഞ് കാശ് മേടിക്കാം, അല്ലെ കുത്തിപ്പിരിച്ച് കാശുണ്ടാക്കാം, തട്ടിപ്പ് കാശുണ്ടാക്കാം. നമുക്കൊരു കാലത്ത് കേരളത്തിൽ ബ്ലേഡ് കമ്പനികളൊന്നെല്ലാം പൊട്ടി എത്രയോ പേര് ഈ പണത്തോടുള്ള ഒരു വല്ലാത്ത ആർത്തി, അതൊരു പക്ഷെ കഴിഞ്ഞ തലമുറയ്ക്ക് ഇല്ലാതിരുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ പക്ഷെ ആ പണം ചുമ്മാ ദൂർത്തടിക്കാം. എനിക്കറിയാം 30% പലിശയ്ക്കൊക്കെ കടം മേടിച്ച് ദീപാവലി കുളിച്ചാണ് തിന്നിട്ടുള്ള ചില ആൾക്കാരെ എനിക്ക് വളരെ അടുത്തായിട്ട് അറിയാം. അവർക്കൊക്കെ ഇപ്പോഴും കോടികൾ കടമുണ്ട്. പക്ഷെ അവരിങ്ങനെ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. കടം മേടിച്ച് അത് വരും പോകുന്നൊക്കെ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ മിക്കവാറും അവരൊക്കെ ജീവിതം അവസാനിപ്പിക്കായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട്.
ഒരു എന്താ പിന്നെ ഇതെങ്ങനെ ഇങ്ങനെ അങ്ങനെയൊന്നും സംഭവിക്കാതെ ഇങ്ങനെ പോകുന്നത് കാരണവന്മാരുടെ ഒരു പ്രാർത്ഥന കൊണ്ടൊക്കെ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുക. അല്ലാതെ ഈ നമുക്കൊരു മുമ്പോട്ട് പോകാനുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ഈ രീതിയിൽ നമുക്ക് എത്ര കാലം മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വല്ലാതെ ഭയമുണ്ട്. കാരണം കൃഷിക്കാരൻ കൃഷി ചെയ്തൊന്നും ഉണ്ടാക്കാതെ ഏത്തക്ക നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് മേടിക്കണം, വെണ്ടയ്ക്ക തമിഴ്നാട്ടിൽ നിന്ന് മേടിക്കണം, അല്ലെ വേറെ എവിടെ നിന്നും മേടിക്കണം, നമ്മുടെ കിടക്കുന്നു. ഇവിടെ വരുന്ന ബംഗാളിക്ക് നമ്മൾ ക്ഷേമ പദ്ധതികളും മറ്റതും ഉണ്ടാക്കി കൊടുക്കുന്നു. നമ്മൾ ഇങ്ങനെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കടം വരുന്നതെന്ന് അറിയത്തില്ല. കടം മേടിച്ച് ഒരു സാഹചര്യം കടം മേടിക്കുന്നതന്നെ കടം വീട്ടാൻ നമുക്ക് ശേഷിയുണ്ടെന്ന് ബാക്കിയുള്ളവർ കരുതുന്നുണ്ട്. പക്ഷെ കടം വീട്ടാൻ നമുക്ക് ശേഷിയില്ലെന്ന് വരുമ്പോൾ ആരും നമുക്ക് തരികയല്ല. ഇപ്പൊ ശ്രീലങ്കയുടെ കാര്യം പറഞ്ഞ പോലെ. പക്ഷെ അത് ഒരു ഫെഡറൽ സിസ്റ്റത്തില് നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ പേടിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കടം മേടിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കാതെ വരുമ്പോൾ നമ്മുടെ പല ക്ഷേമ പദ്ധതികളും ഇല്ലാതാവും. കൊടുക്കാൻ പറ്റിയല്ല. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് അങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാവും. കാരണം ഒന്ന് ഭൂമിയെ കുറിഞ്ഞ നമ്മുടെ ഹർത്തമാരുടെ ഭാഷ ഭൂമിയെ കുറിഞ്ഞ് ഒന്നും ചെയ്യാത്ത ഒരു സമൂഹം, ഒത്തിരി ആൾക്കാർ വെറുതെ ഇരിക്കുന്നു. അവർക്ക് എന്തും ഇല്ല. പക്ഷേ ഈ സർക്കാർ ജീവനക്കാരും അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള പെൻഷനായിരിക്കും ഏറ്റവും അവസാനം നിലക്കുന്നത്. അതുവരെ വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് യുവതലമുറയുടെ ഒക്കെ ഒരു മനോഭാവത്തിൽ വളരെ കാതലായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. ഈ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ശ്രീ ജോസൂട്ടി ഒഴികെ നമുക്കറിയാം, ഈ ഒരു സാമ്പത്തിക മാന്ദ്യം, അതിന്റെ കാരണങ്ങൾ, അതിന്റെ ഒരു രൂക്ഷത നാം ചർച്ച ചെയ്യുകയായിരുന്നു. തീർച്ചയായും അതിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ നാം തീർച്ചയായും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ, അങ്ങ് ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ അതിനെപ്പറ്റി ഒരു സൂചന നൽകിയുണ്ടായി. നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഈ കോവിഡിന് ശേഷമൊക്കെ വളരെയധികം വാർത്തയായതാണ് ഈ ഓൺലൈൻ വായ്പ ആപ്പുകളുടെ ഒരു തട്ടിപ്പൊക്കെ. അതോടൊപ്പം ഈ ഓൺലൈൻ റമ്മി, അതോടൊപ്പം അങ്ങ് സൂചിപ്പിച്ച ഈ സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, ഇതൊക്കെ ഒരു സമൂഹത്തിൽ നടമാടുന്ന ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെ ഒക്കെ ഒരു പ്രതിഫലനമല്ലേ നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ? ശ്രീ ജോസൂട്ടി ചെയ്യൊഴി. അതെ, അത് അതിൻ്റെ അകത്ത് സംഭവം കൃത്യമായിട്ട് പറയാം. അതായത് ഏതൊരു സംവിധാനവും സാമ്പത്തികമായി ബന്ധപ്പെട്ട ഏതൊന്നും മുന്നോട്ടേക്ക് പോകുന്ന ലോങ് ടൈം പ്ലാനിങ്ങിലാണ്. ഇപ്പൊ 5 വർഷത്തെ പ്ലാനിങ്, 10 വർഷത്തെ പ്ലാനിങ്, 15 വർഷത്തെ പ്ലാനിങ്, ഇങ്ങനെ ലോങ് ടൈം പ്ലാനിങ്ങിലാണ്. വ്യവസ്ഥാപിതമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, കൃത്യമായി തൊഴിൽ ചെയ്യുന്ന ആളുകൾ, അവർക്ക് അവരുടെ മനസ്സിലൊരു വിഷനുണ്ട്. 5 കൊല്ലം കഴിയുമ്പോൾ ഇത്ര കാര്യങ്ങൾ ചെയ്യണം, 10 കൊല്ലം കഴിയുമ്പോൾ ഇത്ര കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഒരു നോർമൽ കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. മറിച്ച് ഒരു കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞപ്പോൾ അതിനെ അതിജീവിക്കാൻ തക്ക ബാക്ക്ഗ്രൗണ്ട് അല്ല പശ്ചാത്തലം അവർക്കില്ല. അവർക്ക് സാമ്പത്തികമായ ഒരു പിന്തുണ കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ വിഷനും കാഴ്ചപ്പാടുകളും വളരെ കുറഞ്ഞിട്ട് ഏറ്റവും തൊട്ട് മിന്നൽ മാത്രമാവും. നാളത്തെ കാര്യം, ഏറ്റവും തൊട്ട് മിന്നലുള്ള കാര്യം മാത്രം അവർ കാണുന്ന ഒരവസ്ഥ വരും. കാരണം നാളത്തേത് കഴിഞ്ഞെങ്കിലേ പിന്നെ നാളത്തെ കഴിഞ്ഞിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകൾ എന്ത് ത്യാഗം സഹിച്ചും അവര് എന്ത് ചെയ്യും? വായ്പ എടുക്കും. ആ വായ്പ എടുത്തതിന്റെ പേരിൽ തന്നെ അവർ വീണ്ടും കടക്കണിയിലേക്ക് പോവുകയും ചെയ്യും. അവർ മൊത്തത്തോടെ തീർന്നു. ഇതാണ് ഒരു ഘട്ടം. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത്, ഇതേപോലെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരുടെ മനസ്സിൽ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും വരുവാണ്. നമ്മൾ കച്ചിത്തുരുമ്പ് എന്ന് പറയില്ലേ, എന്താണെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും, റമ്മി ആണെങ്കിൽ റമ്മി, ഭാഗ്യം ഉണ്ടായിരിക്കും, കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ചാടി അങ്ങോട്ട് വീഴുവാണ്. അതും ഈ പറഞ്ഞതുപോലെയാണ്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ കൺട്രോള് പോയതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോ കേരളത്തിൽ റമ്മി കൂടുന്നു, കേരളത്തിൽ ഓൺലൈൻ വായ്പകൾ എടുത്ത് തട്ടിപ്പിനറിയാവുന്നവരുടെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കൂടുതൽ ആളുകൾ സാമ്പത്തികമായ സുസ്ഥിരത എന്ന് പറയുന്ന, അല്ലെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്ന, അതുപോലെ തന്നെ സാമ്പത്തികമായ പ്ലാനിങ് എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥാപിത സംവിധാനത്തിൽ നിന്ന് അവർ ഔട്ടായിരിക്കുന്നു. അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയില്ലാത്തവരെ പോലെ അവര് പെരുമാറാൻ ആരംഭിച്ചിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ്. അതൊരു ജനതയുടെ സാംസ്കാരികമായ ഒരു അപജയത്തിലേക്കാണ് അത് നയിക്കുക. അതിന്റെ അടുത്ത പടിയാണ് കാരിയേഴ്സ് ആകുക, മയക്കുമരുന്നിന്റെ കാരിയേഴ്സ് ആകുക, കള്ളക്കടത്തിന്റെ കാരിയേഴ്സ് ആകുക, അതുപോലെ തന്നെ അനാശാസ്യ പ്രവർത്തനങ്ങളുടെ കാരിയേഴ്സ് ആകുക എന്ന് പറയുന്നത് ഇതിന്റെ അടുത്ത പടിയാണ്. എനിക്കിപ്പോ ഈ ഘട്ടത്തിൽ ഞാനിത് വളരെ നെഗറ്റീവായിട്ട് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. റഷ്യൻ സാമ്രാജ്യം അത് തകർന്നു കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ റഷ്യയിൽ നിന്ന് ആളുകൾ ധാരാളമായി അങ്ങ് പുറത്തേക്ക് വന്നു. എങ്ങനെയെങ്കിലും അവർക്ക് ജീവിച്ചാൽ മതി, അവരുടെ മൂല്യങ്ങളോ അല്ലെങ്കിൽ ആ ധാർമ്മികതയോ അല്ലെങ്കിൽ ആ പേഴ്സണൽ ഇന്റഗ്രിറ്റിയോ ഒക്കെ പോയിട്ട് എങ്ങനെയും അല്പം കാശുണ്ടാക്കി ജീവിച്ചാൽ മതി എന്ന ഘട്ടത്തിലേക്ക് അവിടുത്തെ പുരുഷന്മാരും അവിടുത്തെ സ്ത്രീകളും എത്തുകയും ഡൽഹി പോലെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ പോലും ധാരാളമായ സ്ഥലത്ത് അവരൊന്ന് തമ്പടിച്ചുകൊണ്ട് അവർ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുകയൊക്കെ ചെയ്യും.
ഇത് നമ്മളെയും തുറിച്ചു നോക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണെങ്കിലും ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ രീതിയിലുള്ള സ്വതന്ത്രമായ ലെവലുകൾ അല്ലെങ്കിൽ മേഖലകളുണ്ട്, കമ്പാർട്ട്മെന്റുകളുണ്ട്. അത്തരം കമ്പാർട്ട്മെന്റുകൾക്കകത്ത് അവർ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കും. ഇപ്പൊ ബംഗാളിൽ നിന്ന് ആളുകൾ ഇവിടെ പണിക്ക് വരാൻ പറ്റിയതുകൊണ്ടാണ് ബംഗാളിന്റെ സാമ്പത്തിക നില വളരെ പുറകിപ്പോയി. അവിടുത്തെ ഗ്രാമീണ മേഖലയിൽ തൊഴിലില്ലാത്തൊരവസ്ഥ ഉണ്ടായി, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി, വിദ്യാഭ്യാസം വേണ്ടത്ര കിട്ടാത്തൊരവസ്ഥ ഉണ്ടായി, ജാർഖണ്ഡ് മേഖലകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ അത് ഇന്ത്യയിലെ സംസ്ഥാനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് താമസിക്കുന്നവർക്ക് മറ്റൊരു സംസ്ഥാനം അവർക്ക് വലിയ സാമ്പത്തികം കിട്ടുന്ന ഒരു മേഖലയായിട്ട് മാറി. ഇതേ അവസ്ഥ സാംസ്കാരിക മേഖലയിലുണ്ട്, ആരോഗ്യ മേഖലയിലുണ്ട്, വിദ്യാഭ്യാസ മേഖലയിലുണ്ട്, എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈടെക് ലെവലിലുള്ള ഒരു കറ്റാസ്ട്രോഫിക് സിറ്റുവേഷൻ സാംസ്കാരിക തലത്തിൽ ഒരു പക്ഷേ ഉണ്ടായേക്കാമെന്ന് ആശങ്കപ്പെടേണ്ട തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. കേരളം മലയാളിക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു അവസ്ഥ കൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ധാരാളം എക്സാമ്പിളുകൾ എനിക്ക് പറയാനായിട്ട് പറ്റും. മലയാളികളുടെ സ്വന്തം എന്ന് പറയുന്ന കേരളം ഒരു പക്ഷേ ഒരു 10-25 വർഷം കഴിയുമ്പോൾ അത് മലയാളികളുടേതായിരിക്കില്ല, അത് വേറെ ആരുടെയെങ്കിലും ഒക്കെ ആയിരിക്കും. മലയാളികൾ ഒരു പക്ഷേ ലോകത്ത് എവിടെയെങ്കിലും ഒക്കെ മാറിപ്പോകേണ്ട സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഈ സമയം തീരാൻ പോകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് കിടക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലേക്ക് സാംസ്കാരികമായി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അതിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ സംസ്ഥാനത്ത് തൊഴിലുണ്ടാകണം, സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാകണം, സംസ്ഥാനത്ത് കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കണം, ജനങ്ങൾ അധ്വാനശീലരായിട്ട് വരണം. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലോട്ട് ഒരു 6 മണിയാകുമ്പോൾ ചെന്നാൽ നമ്മൾ കാണാം ധൃതി പിടിച്ച് തലയിൽ സാധനങ്ങളുമായി വീടുകളിലേക്ക് നടന്നു പോകുന്ന ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും. അവർ പണിസ്ഥലത്ത് നിന്ന് അവരുടെ വീടുകളിലേക്ക് പോകണം. കേരളത്തിലെ എത്ര ഗ്രാമത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ചിത്രം കാണാൻ കഴിയും? ഞാൻ ഇവിടെ ഒരു താരതമ്യത്തിന് വേണ്ടി പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓൺലൈൻ റമ്മി ഉൾപ്പെടെയുള്ള സംഗതികൾ ഇതെല്ലാം നമ്മുടെ അപജയത്തിന്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് ചികിത്സയോ അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങളിലേക്ക് കടക്കാൻ സാംസ്കാരിക നായകന്മാരും പത്രപ്രവർത്തകരും അതുപോലെ തന്നെ ഇവരൊക്കെ തയ്യാറാകണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിന് മാറ്റം ഉണ്ടാക്കാൻ ഉള്ള ഒരു ശ്രമത്തിലെങ്കിലും നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വളരെ പ്രസക്തമായ ആശയങ്ങളാണ് ഈ ആഗോള സാമ്പത്തിക മാന്ദ്യവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഷെക്കേന ബിഗ് ഡിബേറ്റ് ഉയർത്തിയത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അത് ഒരു സർക്കാരിന്റെ മാത്രം ബാധ്യതയല്ല, അത് രാജ്യത്തിലെ ഓരോ പൗരന്റെയും ബാധ്യതയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവ തലമുറയുടെ ഒരു മനോഭാവമൊക്കെ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയൊരു ആഗോള സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുകയാണെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ശ്രീ ടി ദേവപ്രസാദ്, ഡോക്ടർ ജോസു ടി ജെ ഒഴികെ 3 പേർക്കും നന്ദി.